ഇന്ന സബ്ജക്റ്റ് എന്ന് വെക്കാതെ പല സബ്ജക്റ്റുകളെ കുറിച്ച് വായന ഉണ്ടാവുകയും ആ വായന ശരിയായ നോളജ്, അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം അറിയാനും ഒക്കെയുള്ള ഒരു സാധ്യത കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാനിതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനായിട്ട് നിങ്ങളോട് ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉള്ള മേഖലയിലേക്ക് നമ്മുടെ ടോക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്നോട് ആവശ്യപ്പെടാം. ഞാൻ എന്ന് വെച്ചാൽ പോസ്റ്റൽ സർവീസിനെ കുറിച്ച് അറിയണമെന്നാണ്, അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കാരണം 2 വർഷം മാത്രമേ ഞാൻ ആ ഫീൽഡിൽ നിന്നിട്ടുള്ളൂ. അതിനെക്കുറിച്ച് അറിയാനായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ചോദ്യങ്ങളുടെ ബേസിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ ജയക്കുട്ട? അതെ സാർ, ഒരു കാര്യം കൂടെ പറയുന്നു. ഇപ്പം ആദ്യം ഇൻട്രൊഡക്ഷൻ ചെയ്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവന്തിക, വയനാടാണ്. അതുപോലെ 6ാം ക്ലാസ് തൊട്ട് 7, 8, 9 അങ്ങനെ നിലയിൽ പോകുന്ന അതുപോലെ PG കഴിഞ്ഞവരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ളൊരു പഠന ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ സാറിന്റെ ഒരു സ്റ്റുഡന്റ് കൂടെ ഈ ഗ്രൂപ്പിലുണ്ട്. മഹേഷ് ആണോ? മഹേഷ്. മഹേഷിനെ ഞാൻ കണ്ടു. മഹേഷിന്റെ ഹായ്, ഹലോ മഹേഷ്, ഹൗ ആർ യു? ഹായ് സാർ, ഞാനിപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. സാറിന് ഇടയ്ക്ക് ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ തിരിച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് സാറിന് പിന്നെ വിളിക്കാൻ പറ്റിയില്ല. ഓക്കെ. സാറിന്റെ സാറിന്റെ ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു, അന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സാറ് സിവിൽ സർവീസ് കിട്ടിപ്പോയപ്പോ സാറില്ലാത്ത വലിയൊരു നഷ്ടം. അപ്പൊ ഇപ്പൊ നിലവിൽ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ട്. ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യണം. ഞാൻ 2011 എഴുതിയായിരുന്നു, പിന്നെ 15 എഴുതി, അത് കിട്ടിയില്ല. ഇനി നെക്സ്റ്റ് ഇയർ ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 തവണ നെറ്റ് കിട്ടിയായിരുന്നു എനിക്ക്. ശരി. ഓക്കെ, താങ്ക് യു സാർ. അപ്പം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കാം എല്ലാവർക്കും. സർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിക്കോ വന്തിക. സാറിന്റെ IAS എടുക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ഓപ്ഷണൽ സബ്ജക്ട് ഏതായിരുന്നു? എന്റെ ഓപ്ഷണൽ സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസും മലയാളം ലിറ്ററേച്ചറും ആയിരുന്നു. അത് ചൂസ് ചെയ്തതിന്റെ കാരണം, ഈ പൊളിറ്റിക്കൽ സയൻസ് ആ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അന്നും ഇന്നും ഒക്കെ പൊളിറ്റിക്കൽ സയൻസ് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി കാണുകയും അത് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോ പൊളിറ്റിക്കൽ സയൻസ് സ്വാഭാവികമായിട്ട് എന്റെ ചോയ്സ് ആയി. രണ്ടാമത്തേത് മലയാളം ലിറ്ററേച്ചർ ആ സമയത്ത് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതിന്റെയൊക്കെ തുടക്കകാലമാണ്. ഇന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനുള്ള കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പൊ അന്ന് ആ സമയത്ത് പാലായിലായിരുന്നു കൂടുതലും അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ 2 സബ്ജക്റ്റുകൾ. പിന്നെ മലയാളത്തിനോടൊരു സ്വാഭാവികമായിട്ട് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അതിനോട് തോന്നുന്ന ഒരു ആഭിമുഖ്യം ഉണ്ടല്ലോ. മലയാളം ലിറ്ററേച്ചർ വായിക്കുകയും നോവൽസ് വായിക്കുകയും അങ്ങനത്തെ ഉള്ള ഒരു താല്പര്യം കൂടി വെച്ചിട്ടാണ് ഈ 2 സബ്ജക്റ്റുകൾ അന്ന് ചൂസ് ചെയ്തത്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒറ്റ സബ്ജക്ട് ചൂസ് ചെയ്താൽ മതി. ഞങ്ങൾ എഴുതി പാസ്സാകുന്ന സമയത്ത് 2 സബ്ജക്ട് വേണമായിരുന്നു. ഇപ്പൊ ഒറ്റ സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ സർ, താങ്ക് യു. സാറേ, ഞാൻ ചോദിക്കാനായിട്ട് വരുമായിരുന്നു. സാറേ നമസ്കാരം സാർ, ഞാൻ അപർണ ടി, ഒരു +1 വിദ്യാർത്ഥിനിയാണ്. സാറേ വിദ്യാർത്ഥിനിയാണ്? +1. സാറേ, അതായത് സിവിൽ സർവീസിൽ ഇപ്പോ 27 കാറ്റഗറീസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയില്ല. സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ? സബ്ജക്ട് അല്ല, അതായത് ജോലിയുടെ കാര്യം. സർവീസ്. ഓക്കെ. നമുക്ക് ഈ സർവീസുകളെ പൊതുവെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. UPSCയിൽ കൂടി അവൈലബിൾ ആകുന്നതെന്ന് വെച്ചാൽ UPSC ഒരുപാട് പരീക്ഷ നടത്താറുണ്ട്. അതിനകത്ത് ഒരു പരീക്ഷ മാത്രമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ.
ഈ സിവിൽ സർവീസ് എക്സാമിനേഷനകത്തുകൂടി നമുക്ക് സെലക്ഷൻ കിട്ടുന്ന ഏകദേശം 25ഓളം സർവീസ് ഉണ്ട്. ഇപ്പൊ ഇനി 27 ആക്കിയോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് 2 എടുത്തു കളഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അത് ഓരോ വർഷം മാറും. ഓരോ വർഷം മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേക്കൻസി അനുസരിച്ചാണ്. ഇപ്പോ പല തരത്തിലുള്ള സർവീസുകൾ ഇതിനകത്ത് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എൻലിസ്റ്റ് ചെയ്ത സർവീസുകൾക്കകത്ത് വേക്കൻസി വരുന്ന അനുസരിച്ചാണ് UPSC ഓരോ വർഷവും നമുക്ക് എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഇതിനെ തരംതിരിക്കാം. ഒന്ന് ഗ്രൂപ്പ് എ സർവീസുകളും, രണ്ടാമത്തത് ഗ്രൂപ്പ് ബി സർവീസുകളും. സർക്കാരിന്റെ ഏറ്റവും ഹയറാർക്കിയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സർവീസാണ് ഗ്രൂപ്പ് എ സർവീസ്. അത് കഴിഞ്ഞിട്ടാണ് ഗസറ്റഡ് ഗ്രൂപ്പ് ബി സർവീസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. അതിനകത്ത് ഈ ഗ്രൂപ്പ് എ സർവീസുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വീണ്ടും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ സിവിൽ സർവീസുകളും ഓൾ ഇന്ത്യ സർവീസും. ഈ ഓൾ ഇന്ത്യ സർവീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓൾ ഇന്ത്യ സർവീസ് ആണ് IAS ഉം IPS ഉം. അതിന്റെ പേരിലാണ് ഈ എക്സാമിനേഷൻ തന്നെ അറിയപ്പെടുന്നത്. കാരണം അത്രയ്ക്കും ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, ജനങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപാട് ഇടപഴകുന്ന 2 സർവീസുകളാണ് ഈ ഓൾ ഇന്ത്യ സർവീസുകൾ അഥവാ IAS IPS ജോബ്. അത് രണ്ടും കേഡർ സർവീസുകളാണ്. കേഡർ സർവീസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റ് കാഡറുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ് കാഡറുകളിലേക്ക് ഇവരെ അലോട്ട് ചെയ്യുകയാണ്. പിന്നീട് സെൻട്രലിന് ഇവരുടെ മുകളിൽ UPSC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും സെൻട്രലിന് ഇവരുടെ മുകളിൽ ഡിസിപ്ലിനറി അതോറിറ്റി മാത്രമേ ഉള്ളൂ. ആ ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് പറയുന്നത് ഈവൻ സസ്പെൻഷൻ പോലും സ്റ്റേറ്റിന് നടത്താം. പക്ഷേ ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് വരുമ്പോൾ അവർക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ സെൻട്രലിന് റോളുള്ളൂ. ബാക്കി അവരുടെ നിയമനവും അവരുടെ ശമ്പളവും എല്ലാം അവർ ഡ്രോ ചെയ്യുന്നത് സ്റ്റേറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവരെ ഓൾ ഇന്ത്യ സർവീസ് എന്ന് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് സെൻട്രൽ സിവിൽ സർവീസ്. ഈ സെൻട്രൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് സെൻട്രലിന്റെ നേരിട്ട്, അതായത് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇരിക്കുന്ന സർവീസുകളാണ്. അതായത് IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്, IT, ഇന്ത്യൻ റവന്യൂ സർവീസ് കസ്റ്റംസ്, എന്റെ സർവീസ് അതായത് പോസ്റ്റൽ സർവീസ്, പിന്നെ റെയിൽവേ സർവീസിനകത്ത് റെയിൽ ട്രാഫിക് സർവീസ് ഉണ്ട്, റെയിൽ പേഴ്സണൽ സർവീസ് ഉണ്ട്, അക്കൗണ്ട് സർവീസുകൾ കുറെ ഉണ്ട്. ഡിഫൻസ് അക്കൗണ്ട് സർവീസ് എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന അക്കൗണ്ട് സർവീസുകൾ കുറെ ഉണ്ട്. പിന്നെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇൻഫർമേഷൻ സർവീസ്, നമ്മുടെ ഈ ഓരോ മിനിസ്ട്രികളിലും PROമാരായിട്ടിരിക്കുന്നതൊക്കെ അവരാണ്. ഇൻഫർമേഷൻ സർവീസ്, ദൂരദർശന്റെ ഒക്കെ ഡയറക്ടർ, ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോ, അങ്ങനെയുള്ള ഇൻഫർമേഷൻ സർവീസ്. അങ്ങനെ പിന്നെ ഇന്ത്യൻ ട്രേഡ് സർവീസ് ഉണ്ട്. പിന്നെ കുറേയുള്ള അക്കൗണ്ട് സർവീസുകളാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള കുറെ മേജർ സർവീസുകളെ കൂട്ടിയിട്ടാണ് നമുക്ക് ഏകദേശം 16 ഗ്രൂപ്പ് എ സർവീസുകളോളം ഉണ്ട്. ബാക്കിയുള്ളവ, അതായത് പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി സിവിൽ സർവീസ്, പോണ്ടിച്ചേരി യൂണിയൻ ടെറിട്ടറി സിവിൽ സർവീസ്, അതിനകത്ത് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും പോലീസ് സർവീസും, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ബി സർവീസുകളും ഉണ്ട്. നമ്മൾ സാധാരണ ചൂസ് ചെയ്യുക, കാരണം ശമ്പളം കൂടുതലുള്ളതും പെർക്സ് കൂടുതലുള്ളതും അധികാരം നമ്മൾ നോക്കുമല്ലോ, അധികാരം കൂടുതലുള്ളതുമായിട്ടുള്ള സർവീസുകളാണ് നമ്മൾ ആദ്യം വെക്കുക നമ്മുടെ സർവീസ് ഓപ്ഷനുകൾ. അതുകൊണ്ടാണ് ഗ്രൂപ്പ് എ സർവീസുകൾക്ക് ഗ്രൂപ്പ് ബി സർവീസിന്റെ മുകളിൽ എപ്പോഴും ഒരു തന്നെയല്ല ഗ്രൂപ്പ് ബി സർവീസിന്റെ പ്രൊമോഷൻ കിട്ടി വരുന്ന വിഭാഗമാണ് ഗ്രൂപ്പ് എ. അതുകൊണ്ട് ഗ്രൂപ്പ് എ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വെക്കും. അതിൽ തന്നെ സാധാരണ നമ്മൾ വെക്കുക ഈ നമ്മളുടെ ഒരു സ്റ്റിഗ്മ IAS ഉം IPS ഉം ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ചിലർക്ക് യൂണിഫോംഡ് സർവീസ് വളരെയധികം താല്പര്യമുള്ളവരുണ്ട്. അവര്, അതായത് എനിക്കൊരു പോലീസ് ഓഫീസറാണ്, എനിക്ക് ആ യൂണിഫോമിനോട് നമുക്കുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വെച്ചിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്നത് IPS അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട്. ചിലര് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് കളക്ടർഷിപ്പിനോടൊക്കെ ഉള്ള ആ ഒരു ആഗ്രഹം കൊണ്ട്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആകാനും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആകാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് ആ മജിസ്റ്റീരിയൽ പവേഴ്സ് ഒക്കെ നമുക്ക് നാട്ടിൽ ഉപയോഗിക്കാം എന്ന് കരുതുന്നവര് ഉള്ളത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ IAS സാധാരണ ചൂസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള സെൻട്രൽ സിവിൽ സർവീസിനകത്ത് പിന്നെ ഒരു ചോയ്സ് വരുന്നത് IFS-നോടാണ്, ഫോറിൻ സർവീസ്. അതായത് നമുക്ക് വെളിയിൽ അംബാസഡേഴ്സ് ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാനും ഒക്കെ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഫോറിൻ സർവീസ് സാധാരണ ആളുകൾ ചൂസ് ചെയ്യാറുണ്ട്.
ഇങ്ങനെയാണ് ആ ഒരു ജനറൽ ഡിവിഷൻ സിവിൽ സർവീസിനകത്ത് ഈ സർവീസുകളും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപർണയ്ക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സാർ, താങ്ക് യു. ഓക്കെ. സാറേ, മഹേഷ് ആണേ. പറയൂ മഹേഷ്. ഇതിന്റെ കൂടത്തിൽ ഈ സർവീസിന്റെ കൂട്ടത്തില് പറഞ്ഞല്ലോ, ഈ ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടിരുന്നു. അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അത് നമ്മളുടെ അതായത് ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് എന്നാണ് ശരിക്കും അതിന് പറയുക. ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ്, പിന്നെ ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടർ സർവീസ് ഉണ്ട്. ഇത് രണ്ടും അതായത് ആംഡ് ഫോഴ്സസിന്റെ ഹെഡ് ക്വാർട്ടറിൽ ഇരിക്കുന്ന ഗ്രൂപ്പ് എ പോസ്റ്റുകളാണ് ഈ ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിങ്. രണ്ടാമത്തത് ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ്. ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾക്കറിയാം, ഈ കണ്ടോൺമെന്റ് ഏരിയ ഉണ്ട്. കണ്ടോൺമെന്റ് ഏരിയ ഇപ്പം ഇവിടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ കൊച്ചിയിൽ കണ്ടോൺമെന്റ് ഏരിയ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഈ കണ്ടോൺമെന്റ് ഏരിയ മുഴുവനും നിയന്ത്രിക്കുന്നതും അവരുടെ എസ്റ്റേറ്റ് നോക്കുന്നതും അവിടുത്തെ റോഡ്സിന്റെ ഡെവലപ്മെന്റ്, അവിടെയുള്ള എല്ലാ തരത്തിലുള്ള എസ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട, എസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രിമൈസുകളാണ്. കണ്ടോൺമെന്റ് ഏരിയ എന്ന് പറയുന്ന പ്രിമൈസ്, ആ പ്രിമൈസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് ആണ്. ഡിഫൻസ് എസ്റ്റേറ്റ് മാനേജർ എന്നാണ് അവർക്ക് പറയുക. ഡിഫൻസ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് കാറ്റഗറി സി മുതൽ എ വരെയുള്ള പോസ്റ്റിംഗ് പ്രൊമോഷൻസ് ആണ് അവരുടെ. അതാണ് ഈ രണ്ട് സർവീസുകൾ. ഈ കണ്ണൂരുള്ള കണ്ടോൺമെന്റ് ഇവരുടെ തന്നെയാണോ? എല്ലാ ഇന്ത്യയിലുള്ള ഏത് കണ്ടോൺമെന്റ് ഏരിയയും കൺട്രോൾ ചെയ്യുന്നത് ഈ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസുകാരാണ്. അവരായിരിക്കും അതിന്റെ മാനേജേഴ്സ്. ഈ ആംഡ് ഫോഴ്സസിലെ ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവര് സിവിലിയൻ പോസ്റ്റ് ആയിരിക്കുമല്ലോ. മറ്റേ ഓഫീസേഴ്സ്, മിലിറ്ററിയുടെ ഹയർ ഓഫീസേഴ്സും ഇതിൽ പെടുവോ? ഇല്ലല്ലോ. ഇല്ല. ഈ ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് ഇതിനകത്തൊക്കെ ഇൻടേക്ക് വളരെ കുറവാണ്. കാരണം വളരെ ചുരുങ്ങിയ ചില വേക്കൻസികളെ അതിനകത്ത് ഉണ്ടാകാറുള്ളൂ. കാരണം അതിന്റെ പോസ്റ്റുകൾ വളരെ കുറവാണ്. അപ്പം ഇത് നമ്മളുടെ ആ ഹെഡ് ക്വാർട്ടറിൽ ഉള്ള പോസ്റ്റിങ്ങുകൾ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് അതിനകത്തൊരു മൂവ്മെന്റ് മറ്റുള്ള ഇടങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ഇപ്പം ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹി, പിന്നെ അവർക്ക് ട്രാൻസ്ഫർ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രധാനപ്പെട്ട ആംഡ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ 3 സർവീസുകളുമുണ്ട്. 3 ഡിഫൻസ് വിങ്ങുകളും അതിനകത്ത് ഇൻവോൾവ് ആണ്. അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ സിറ്റി ഏരിയയിലേക്ക് ഉള്ള ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതേ ഉള്ളൂ. അവരുടെ ഹെഡ് ക്വാർട്ടർ മാനേജ്മെന്റ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഹെഡ് ക്വാർട്ടർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫയൽ മാനേജ്മെന്റും അതിനകത്തൊരു ഭാഗമാണ്. അതിനകത്ത് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നമ്മുടെ താഴെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് സാധാരണ നമ്മുടെ ആംഡ് ഫോഴ്സസിൽ നിന്ന് നമ്മൾ അവരെ ഹെഡ് ക്വാർട്ടറിലേക്ക് നിയമിക്കും. അവർക്ക് ഡെപ്യൂട്ടേഷൻ പോലെ കൊടുക്കും. അത് ഓപ്പറേഷൻസിനകത്ത് നിന്ന് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുക്കും. ആ വ്യവസ്ഥയിലാണ് ബാക്കിയുള്ള ഓഫീസർമാർ വർക്ക് ചെയ്യുന്നത്. അത് സിവിൽ സർവീസുമായിട്ട് ബന്ധമില്ല. ഓക്കെ. ദേവഗായത്രി. ശ്രീജ പറയൂ. സർ, എന്റെ പേര് ദേവഗായത്രി എന്നാണ്. ഞാൻ ശ്രീജ എന്നാണ് ഇതിനകത്ത് പേര് കിടക്കുന്നത്, അതുകൊണ്ടാണ് ശ്രീജ. ഓക്കെ സർ, എന്റെ ഡൗട്ട് എന്താ വെച്ചാൽ, സാറ് പഠിക്കുന്ന സമയത്ത് സാറിന്റെ എന്താ പറയാ, സാറ് ഏത് മേഖലയിലേക്കാണ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? IAS IPS എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ സ്വാഭാവികമായിട്ടും നമ്മള് എന്താ പ്രശ്നം, നമ്മളിപ്പോ പുറയിലേക്കാണ് നമ്മളുടെ ഈ പ്രിപ്പറേഷൻ ടൈമിൽ, പ്രത്യേകിച്ചും നമ്മളുടെ പൊതുജനത്തിന് അറിയാവുന്ന, നമ്മളും പൊതുജനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന സിനിമകളിൽ കൂടിയാണല്ലോ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. ആദ്യം നമ്മുടെ ഈ സബ്ജക്റ്റുകളെ കുറിച്ച് അറിയുന്നത് നമ്മുടെ സിനിമകളിൽ കൂടിയാ അല്ലെ. അപ്പം അതിനകത്ത് ഞാൻ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വല്ല നോവൽസും ഒക്കെ വായിക്കുന്നതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർത്തകൾ വരും, സ്വാഭാവികമായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ വരും. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ
അറിയാൻ സാധിക്കുന്ന 2 സർവീസുകളാണ് ഇപ്പൊ ഈ പുതിയ സിനിമകൾക്കകത്ത്. ഷെർലക് ടോംസിന്റെ ഷെർലക് ടോംസ് എന്ന് തന്നെയല്ലേ അതിന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അത് അയാസ് എന്ന് പറഞ്ഞ ഒരു അറിവ് ിലേക്ക് വരണമെന്നാണ് സ്വാഭാവികമായിട്ട്. IPS പിന്നെ നമുക്ക് എനിക്ക് ഒരു പേഴ്സണലി താല്പര്യം. അതുകൊണ്ട് തന്നെ IAS ആയിരുന്നു നമുക്ക് താല്പര്യം. അത് കേരള കേഡറിൽ IAS കിട്ടണമെന്നൊക്കെ ഉള്ള മൂഢ ലക്ഷ്യങ്ങൾ, മൂഢ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് പ്രിപ്പറേഷൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതായത് ഈ IAS ലഭിക്കുക എന്ന് പറയുന്നത്. കാരണം ഇതേ ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ പേരിലാണ് ഇതിൽ 99% പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ലക്ഷ്യം IAS. അപ്പം IAS ലക്ഷ്യമാക്കി വരുന്ന ഈ 99% ആളുകൾക്കകത്ത് ഏകദേശം 100 ആളുകൾക്ക് മാത്രമാണ് റിസർവേഷൻ എല്ലാം കൂടെ കൂട്ടി ഒരു 100-115 വേക്കൻസി ആണ് ജനറലി എല്ലാ വർഷവും. അത് വേരി ചെയ്യും. ചില സമയത്ത് 70 ആയിട്ട് കുറയും, 50 കുറഞ്ഞിട്ടുള്ള വർഷങ്ങളുണ്ട്. അപ്പോ അങ്ങനെ അത്രയും വേക്കൻസി എന്ന് പറയുന്ന ഓരോ സ്റ്റേറ്റിനും ഇമ്പോർട്ട് ചെയ്യുന്ന കേരളത്തില് സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ നിരാശ മനസ്സിലാകുന്നത്. ഫേസ്ബുക്കകത്ത് മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ പോസിബിൾ ആയിട്ടുള്ളത് ഈ സെൻട്രൽ സിവിൽ സർവീസുകാരാണ്. ഇപ്പം നമുക്ക് സ്റ്റേറ്റ് കാർട്ടറിൽ ഇപ്പൊ സപ്പോസ് IAS കിട്ടി നമ്മള് ഇപ്പൊ അക്കുമുട്ട് കേഡർ ആണ് നമുക്ക് ആൻഡമാൻ നിക്കോബാർ ആ ഏരിയ, നോർത്ത് ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ ഹിമാചൽ പ്രദേശ്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ബാക്കിയുള്ള സർവീസിന്റെ 95% കണക്ഷൻ പോയോ? ഞാൻ പറഞ്ഞത് ഇവിടം വരെ ഇല്ല, പറഞ്ഞ മുഴുവൻ കേട്ട്, പക്ഷേ വിട്ട് കേട്ടിട്ടുള്ള കുഴപ്പമില്ല, എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ക്ലിയർ ആണോ? അതെ അതെ അതെ. അപ്പം നമ്മളുടെ സർവീസിന്റെ 90 ഈ മറ്റുള്ള കേഡറുകൾ കിട്ടുമ്പോൾ നമ്മുടെ സർവീസിന്റെ 95% ഓഫ് ദ സർവീസ് നമ്മൾ സെർവ് ചെയ്യേണ്ടത് ആ പർട്ടിക്കുലർ കേഡറിലാണ്. ആ കേഡറിൽ നിന്ന് നമുക്കൊരു മാറ്റമില്ല. നേരെ മറിച്ച് സെൻട്രൽ സിവിൽ സർവീസുകളാണെങ്കിൽ നമുക്ക് മൂവ്മെന്റ് പോസിബിൾ. അപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, വേണ്ട ഈ കഴിഞ്ഞ ജൂൺ വരെ ഞാൻ ഡൽഹിയിലായിരുന്നു, ഇപ്പോൾ ഞാൻ കേരളത്തിലിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നാളെ എങ്ങോട്ടെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ റിക്വസ്റ്റ് ചെയ്താൽ എനിക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ട്. അപ്പൊ നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആണ്. പിന്നെ ഉള്ളത് ഈ ഓഫ് കോഴ്സ് ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന നമ്മുടെ സർവീസിനകത്ത് ഒരു ഏകദേശം 7-8 വർഷത്തോളം നീണ്ടു നിൽക്കാം. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓറ, ആ ഓറ അതിപ്പോ ഏത് കേഡറാണെങ്കിലും ആ ഓറയോട് മാച്ച് ചെയ്യാനായിട്ട് മറ്റൊരു ഓറയും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും എമൗണ്ട് ഓഫ് പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നുവെച്ചാൽ പവർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയാണ്. ബേസിക്കലി ജനങ്ങളെ സേവിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെന്റ് തരുന്നത്. അപ്പൊ അവരുടെ കാര്യത്തിനകത്ത് കുറച്ചുകൂടി നമ്മളുടെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ പോസിബിൾ ആണ്, വളരെയധികം പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് IAS-നോടായിരിക്കും നമുക്ക് കൂടുതലും ആഗ്രഹം. ആ 7 to 8 years. അതിന് മുൻപോ പിൻപോ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടില്ല, നമ്മൾ ആലോചിച്ചിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്റ്റിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റഡി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത് ഇതൊക്കെ ഒരു സ്ക്യൂഡ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്, ഡിസ്റ്റോർട്ടഡ് ഐഡിയാസ് എന്ന് ഞാൻ പറയും. ആ ഡിസ്റ്റോർട്ടഡ് ഐഡിയാസ് ആണ് കൂടുതലും ആസ്പിറൻസിനെ നയിക്കുന്നത് മിക്കവാറും. നമുക്കതൊക്കെ ഒന്ന് വെളിച്ചമൊക്കെ കിട്ടി വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുട്ടിക്കാലം മുതലേ ഒരു അറിവ് വന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് 20-21 വയസ്സോട് കൂടി നമുക്ക് ഓരോ സർവീസുകളെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളുടെ അഭിരുചിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സർവീസ് ഏതാണെന്ന് അറിഞ്ഞിട്ടൊക്കെ വേണം നമ്മളിത് സെലക്ട് ചെയ്യാൻ. അങ്ങനെയൊന്നും സെലക്ഷൻ പോസിബിൾ അല്ല നമ്മുടെ 95% കാൻഡിഡേറ്റ്സിനകത്തും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ സെലക്ട് ചെയ്തതാണ്.
ഞാൻ താങ്കളുടെ ചോദ്യം ആൻസർ ചെയ്തോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതാണ് എന്റെ സർവീസിനെ കുറിച്ചുണ്ടായിരുന്ന ധാരണയും. അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റൽ സർവീസ് ലഭിക്കുന്നത് ഒരു 5th ചോയ്സോ എങ്ങാണ്ടായിരുന്നു എന്റെ ഓപ്ഷനുകൾക്ക്. അത് റാങ്ക് അനുസരിച്ച്, ചോയ്സ് അനുസരിച്ച് സ്വാഭാവികമായിട്ട് 5th ഓപ്ഷനിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. സർ ഒരു ഡൗട്ട് കൂടി ചോദിക്കട്ടെ സർ? ഇപ്പോ ഒരു സിവിൽ സർവീസ് എക്സാം എഴുതി പാസ്സായിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് കിട്ടിയത് IAS വേണമെന്നുണ്ട്, IAS കിട്ടണമെന്നുണ്ട് വെച്ചാ, പക്ഷെ അയാൾക്ക് അതിനേക്കാൾ താഴെയുള്ളതാണ്, അയാൾക്ക് വീണ്ടും എഴുതാൻ പറ്റുമോ സിവിൽ സർവീസ്? ജോലിയിൽ ഇരിക്കുമ്പോ തന്നെ സിവിൽ സർവീസ് എഴുതിയിട്ട് IAS നേടാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും പറ്റുമല്ലോ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ ജോലിയിലിരിക്കെ തന്നെ അവര്, അതായത് ഇപ്പം പോസ്റ്റൽ സർവീസിനകത്ത് നിന്നും റവന്യൂ സർവീസിനകത്ത് നിന്നും ബാക്കിയുള്ള സർവീസിനെ കുറിച്ച് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല. ഇൻഫർമേഷൻ സർവീസിലുണ്ട്. യെസ്, EOL എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ലീവ്. നമുക്ക് 1 വർഷം വരെ അത് എടുക്കാം, ശമ്പളമില്ലാ ലീവാണ്. അപ്പൊ അതെടുത്ത് പോയി പഠിക്കുന്ന എത്രയോ പിള്ളേരുണ്ട്. അതായത് സർവീസ് കിട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ EOL എടുത്ത് IAS കിട്ടണം, അല്ലെങ്കിൽ IPS കിട്ടണം, ചിലർക്ക് IRS കിട്ടണം എന്നായിരിക്കും ആഗ്രഹം. അങ്ങനെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഐഡിയ ആണ് ഈ താഴ്ന്ന സർവീസുകൾ. ആക്ച്വലി സർവീസുകൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള റാങ്കിനോ ശമ്പളത്തിനോ ഒന്നും യാതൊരു വ്യത്യാസമില്ല, പെർസന് വ്യത്യാസമില്ല, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾക്ക് വ്യത്യാസമില്ല. നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച്, നമ്മളുടെ അഭിരുചി അനുസരിച്ച് നമ്മൾ 1, 2, 3 എന്ന് വെക്കുന്നതുകൊണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു സർവീസാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 5th സർവീസ്, 5th ഓപ്ഷൻ, ഇപ്പൊ എന്റെ കാര്യത്തിൽ പോസ്റ്റൽ സർവീസ് 5th ഓപ്ഷൻ എനിക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് IAS കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പോയി എഴുതുന്നതിന് എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. താങ്ക് യു സർ. ഓക്കെ. അശ്വതി. ഹലോ, ഗുഡ് മോർണിംഗ് സർ. സർ, എന്റെ പേര് അശ്വതി തമ്പി. ഞാൻ തിരുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോ ഒരു ഹൈസ്കൂളില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാറിന് എന്തായിരുന്നു അശ്വതിയുടെ വോയിസ് എനിക്ക് ബ്രേക്ക് ആവും. എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എനിക്കിവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് സാറേ. ഒന്നുകൂടെ പറയാമോ? കേക്കാവോ സാർ? എനിക്ക് ഇപ്പൊ കേക്കാം. സാർ പഠിച്ചോണ്ട് കേക്കാവോ സാറേ? ഓക്കെ സാറേ. സാറ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാറിന് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന പകളുകൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് സാർ ഓവർകം ചെയ്തത്? സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ, എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ഫേസ് ചെയ്ത 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. രണ്ടാമത്തേത് പരീക്ഷ എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇത് 2 ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ട് പരീക്ഷ എഴുതി ജയിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർ. ഈ പരീക്ഷ പഠനം നമുക്ക് കാര്യമാഗ്രഹം ഉണ്ടെങ്കിലും ഒരു പുസ്തകത്തിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് വായിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടായി വരിക, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ PG കഴിഞ്ഞിട്ടാണ് ഈ സിവിൽ സർവീസിലേക്ക് പോകുന്നത്. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ PG വരെയുള്ള പഠനം എന്ന് പറയുന്നത് കൂടുതലും പരീക്ഷ ഓറിയന്റഡ് ആയിട്ട്, ആ പരീക്ഷയുടെ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ടൈം, അത് 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് മാക്സിമം വായിക്കും. അങ്ങനെ ഒരു പഠനം ഉണ്ടല്ലോ നമുക്ക് പൊതുവിൽ എല്ലാ ആവറേജ് സ്റ്റുഡൻസിനും ഉള്ള, ആവറേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയാമെങ്കിൽ, ആവറേജ് സ്റ്റുഡൻസ്, എന്നെ പോലെയൊക്കെ ഉള്ള ആവറേജ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയാമെങ്കിൽ, ആ ആവറേജ് എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു ഓപ്ഷൻ ആണെന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ് കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള ആവറേജ് സ്റ്റുഡൻസിന്റെ ഒരു ജനറൽ നേച്ചറാണത്. അപ്പം എനിക്ക് ഒരു പുസ്തകത്തിന്റെ മുമ്പിൽ ഒരു പരിധിയിൽ കൂടുതൽ കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹർഡിലായിട്ട് ഞാൻ ഫേസ് ചെയ്തത്. ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് പിയർ പ്രഷറും അധ്യാപകര് ക്ലാസ് എടുക്കുന്നത് കൊണ്ടും ഒക്കെ നമ്മൾ അതിനകത്ത് ഇരുന്നു പോകും. പക്ഷെ ഒരു പ്രഷർ ഇല്ലാതെ പുസ്തകത്തിന്റെ മുമ്പിൽ സ്വയമായിട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിരുന്നു. അപ്പൊ അത് ഞാൻ ഓവർകം ചെയ്തത്, ഒന്നാമത്
നമുക്കിത് പാസ്സാകണം എന്നുള്ള അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ട്. രണ്ടാമത്തേത് ഈ ബലമായിട്ട്, അതായത് മുറി പൂട്ടിയിട്ട്, അത് ആ സമയത്ത് ഞങ്ങൾക്ക് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള എന്റെ കോച്ചിങ്ങുകൾ മുഴുവൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഈ IG ശ്രീജിത്ത് സാറ് അവിടെ വന്ന് ക്ലാസ് എടുക്കുക, അത് കേൾക്കാൻ ഇടയാകുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, മുറി പുറത്തു നിന്ന് പൂട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫാദറിനോടും മദറിനോടും ആ താക്കോല് കൊണ്ടുപോകാനായിട്ട് പറയുമായിരുന്നു. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുറിയിൽ തന്നെ ഇരിക്കാനായിട്ട്, മുറിയിൽ മറ്റു ഡിസ്റ്റർബൻസുകളൊന്നും ഇല്ലാതെ, ഫോൺ മാറ്റി വെച്ച് ടിവിയും ഇതൊന്നും ഇല്ലാതെ ഒരു നമ്മളെ തന്നെ തുറുങ്കിലടയ്ക്കുന്ന ഒരു രീതിയിൽ ഇരിക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിന്റെ ഒരു പാതയിലോട്ട് പഠിക്കാനായിട്ടുള്ള എന്റെ ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്തത്. അതായത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഇത് മാത്രമല്ലേ, ജയിലിലാണെങ്കിൽ നമുക്ക് ഒരു പുസ്തകം കൂടി തന്നാൽ ആ പുസ്തകം സ്വാഭാവികമായിട്ട് നമ്മൾ വായിക്കും. കാരണം വേറെ ഒരു എന്റർടൈൻമെന്റും ഇല്ല, മറ്റൊരു ജോലിയും ചെയ്യാനായിട്ടില്ല, ഒന്നും ചെയ്യാനായിട്ടില്ല. ഒരു ഡിസ്റ്റർബൻസ് വരാനായിട്ട് നമ്മൾ ആലോചിച്ചിട്ടും കാര്യമില്ല, കാരണം ഡിസ്റ്റർബൻസ് വരില്ല. അപ്പൊ നമ്മളുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് നേരെ മറിച്ച് ഒരു ഫോൺ ആ സമയത്തൊക്കെ എന്റെ കൈയുടെ റീച്ചിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മൾ എടുത്തൊന്ന് നോക്കും. ആ നോക്കുമ്പോഴത്തേക്ക് പോകുന്ന ടൈം നമുക്ക് പിന്നെ പലപ്പോഴും അത് കിട്ടാതെ വരും. അപ്പൊ വായിച്ചു തീർക്കുക എന്നുള്ളതും പഠിച്ചു തീർക്കുക എന്നുള്ളതാണല്ലോ ഇതിനകത്തെ കാര്യം. അപ്പൊ പഠനം അതുപോലെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുകൾ പലത് കിടക്കുമ്പോൾ അങ്ങനെ സ്പെയർ ചെയ്യാനായിട്ട് ടൈം ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തെ തുടർന്നാണ് ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തത്. രണ്ടാമത്തേത് ഈ പരീക്ഷ എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട്. കാരണം അതുവരെയുള്ള എൻ്റെ പഠന കാലയളവിൽ വർഷാവർഷം അല്ലെങ്കിൽ 6 മാസം ഒക്കെ കൂടുമ്പോഴാണ് പരീക്ഷകൾ വരുന്നത്. അത് എഴുതുക എന്ന് പറയുന്നത് അതിനു മുമ്പ് കുറെ പ്രിപ്പറേഷൻസും എല്ലാം കഴിഞ്ഞിട്ടാണ് പോയി എഴുതുന്നത്. അപ്പം അതിനോടുള്ള ഒരു പേടി സ്വാഭാവികമായിട്ടും കിടപ്പുണ്ട്. അപ്പൊ അതിനുവേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരീക്ഷകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജി. എന്താണോ നമ്മൾ പേടിക്കുന്നത് അത് കൂടുതൽ ചെയ്താൽ പേടി പോകുമല്ലോ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് വെച്ചിട്ട് ആ സമയത്ത് അധ്യാപകരും ഒക്കെ പറഞ്ഞു തന്നാണ്. അപ്പൊ അങ്ങനെ പല പരീക്ഷകൾ മാത്രമല്ല, ഈ ഒരു ദിവസം തന്നെ 2-3 എക്സാമിനേഷൻസ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ കിട്ടുന്ന മാർക്കല്ല കാര്യം, പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതാണ് കാര്യം. പിന്നെ ആ പരീക്ഷ ഹാളിന്റെ ഒരു ആംബിയൻസ് കിട്ടാനായിട്ട് പലതരത്തിലുള്ള എക്സാമിനേഷൻസ് ആ സമയത്ത് എഴുതിയിട്ടുണ്ട്. അത് ഇപ്പൊ ബാങ്കുകളുടെ എക്സാമിനേഷൻ ആകാം, PSC എക്സാമിനേഷൻസ് ആകാം. ഇതിനൊന്നും വേണ്ടി സെപ്പറേറ്റ് ഞാൻ പഠിച്ചിട്ടുമില്ല, ഞാൻ ഇന്നുവരെ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ടെക്സ്റ്റുകളും എന്റെ കയ്യിലില്ല. കാറ്റിന് നമ്മുടെ CSAT വേണ്ടി മേടിച്ചിട്ടുള്ള കുറെ കാറ്റിന്റെ ടെക്സ്റ്റുകൾ മാത്രമൊക്കെ എന്റെ കയ്യിലുള്ളൂ. അല്ലാതെ അങ്ങനത്തെ പരീക്ഷകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ഫോക്കസ് ഇങ്ങോട്ട് കിടക്കുന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞിട്ടേ മറ്റൊന്നും ഉള്ളൂ. ഇതിന്റെ ചാൻസുകൾ 4 എഴുതി തീർന്നതിന് ശേഷം മറ്റുള്ള മേഖലയിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ഈ എക്സാമിനേഷൻസ് ഒക്കെ ഫോർ ദ സേക്ക് ഓഫ് അറ്റൻഡിങ് എക്സാമിനേഷൻസ് പോയി എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ പരീക്ഷാ പേടി ഓവർകം ചെയ്തത്. ഇങ്ങനെ 2 ഹർഡിൽസ് ആയിരുന്നു എന്റെ മുമ്പിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒരു മിനിറ്റ്, അശ്വതിയോട് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായോ? ഓക്കെ സാറേ. പിന്നെ സാർ എന്തെങ്കിലും ടിപ്സ് ഉപയോഗിച്ചിരുന്നോ പഠിക്കാൻ സമയത്ത്, എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുന്നതിന് വേണ്ടി? നമുക്ക് ഈ നിമോണിക്സ് ഉണ്ടല്ലോ, ഈ വാക്കുകളുടെ ആദ്യമൊക്കെ കുറിച്ച് വെച്ചിട്ടൊരു പ്രത്യേക വാക്കുണ്ടാക്കുക. അതൊക്കെ ജനറൽ ആയിട്ടുള്ള മെമ്മറി ടെക്നിക്സ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും ഈ നോട്ട്സ്, അത് ചെറിയ രീതിയിലുള്ള കാർഡുകൾ പോലെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിനകത്തിനായിരുന്നു ഇപ്പോഴും ഇന്നും ഞാൻ അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ കാർഡുകളാക്കി വിഷയങ്ങൾ ജസ്റ്റ് അതിന്റെ ഒരു പേര് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെയാണല്ലോ നമുക്കൊരു ന്യൂറൽ പാത്വേ ഉണ്ടാകുന്നത്. നമ്മൾ ഒരു കാര്യം പഠിച്ചു, ആ പഠിച്ചതിന് ശേഷം അത് ഓർത്തെടുക്കണമെങ്കിൽ അത് 2-3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ആ ന്യൂറൽ പാത്വേ, ഒരു കെമിക്കൽ പാത്വേ ബ്രെയിനകത്ത് ഉണ്ടാകുകയുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ കൂടുതൽ റീകളക്ഷനും റിഫ്ലക്ഷനും നടത്തിയെങ്കിൽ മാത്രമേ വിഷയം ഓർത്തിരിക്കുകയുള്ളൂ. അതിന് ഏറ്റവും നല്ല മെത്തേഡാണ് ഫ്ലാഷ് കാർഡുകൾ എന്ന് ഈ പറയുന്ന ടൈമിലെ കോച്ചിങ് രീതി വെച്ചിട്ടാണ് ഫ്ലാഷ് കാർഡുകൾ ഞാൻ അഡോപ്റ്റ് ചെയ്തത്. അപ്പൊ ആ
ഫ്ലാഷ് കാർഡിന്റെ പുറത്ത് 1748 എന്നൊരു ഡേറ്റ് മാത്രമേ എഴുതി വെക്കുള്ളൂ. ആ 1748 എന്താണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ആ ഫ്ലാഷ് കാർഡിൽ 1748 എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഫ്ലാഷ് കാർഡിൽ 1748 എന്നുള്ള ഡേറ്റിനെതിരെ ഞാൻ എന്താണ് ഓർത്തിരിക്കേണ്ടത് എന്നുള്ളത് മറ്റെവിടെയെങ്കിലും ആയിരിക്കും എഴുതിയിരിക്കുക. നമ്മൾ മാക്സിമം ഓർത്തെടുക്കാൻ ശ്രമിക്കും. പറ്റുന്നില്ല എങ്കിൽ ആ റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അശ്വതി തമ്പിയുടെ ചോദ്യം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ, താങ്ക് യു സാർ. സാർ എന്തായാലും പറഞ്ഞത് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. പഠിക്കാൻ ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, പരീക്ഷ എഴുതാൻ, ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സാറിന്റെ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വാല്യുബിൾ ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. അവന്തിക ചോദിച്ചോളൂ. സാറിന്റെ മോട്ടിവേഷൻ പേഴ്സൺ ആരായിരുന്നു? പിന്നെ ഡിഗ്രി PGക്കുള്ള സബ്ജക്ട് ഏതായിരുന്നു? മോട്ടിവേഷണൽ പേഴ്സൺ ഏതായിരുന്നു എന്നാണോ മോള് ചോദിച്ചത്? ഓക്കെ, അങ്ങനെ ഇന്ന മോട്ടിവേഷൻ ഒന്നും ഇല്ല അവന്തിക. നമുക്ക് കിട്ടുന്ന ഓരോ പ്രായത്തിൽ, ഇപ്പൊ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്തികയ്ക്കുള്ള ആ പ്രായത്തിലുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും തോന്നുന്നത്. അപ്പം നമുക്ക് പല ആളുകളാണ്. ഇപ്പൊ APJ അബ്ദുൽ കലാം ആയിരിക്കാം. ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഗാന്ധിയോടുള്ള ആരാധന ഉണ്ടാകാം. പിന്നെ നെഹ്റുവിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നെഹ്റുവിനോടുള്ള ആരാധന ഉണ്ടാകും. രാജീവ് ഗാന്ധിയെ കുറിച്ച് വായിക്കുമ്പോൾ രാജീവ് ഗാന്ധിയോട്, ഇന്ദിരാഗാന്ധിയെ കുറിച്ച് വായിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയോട്. അങ്ങനെ പലതരത്തിലുള്ള മോട്ടിവേഷൻസ് മാറിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ജീവിതത്തിൽ ഒരാളോട് മാത്രം ഒരു അമിതമായിട്ടുള്ള ആരാധന അതിന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല, ആരോടും തോന്നിയിട്ടില്ല. അക്കാലങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയുന്ന സമയത്ത് അവരോട് ഒരു ഇംപ്രഷൻ തോന്നും. ആ ഇംപ്രഷൻ കണ്ടിന്യൂ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഇപ്പം അബ്ദുൽ കലാമിന്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിനോടായിരുന്നു നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പമൊക്കെ തോന്നിയിരുന്നു. പിന്നീട് നമുക്ക് കുറച്ചുകൂടി വളർന്നു വരുമ്പോൾ അബ്ദുൽ കലാമിനെ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് അവസരം കിട്ടുമ്പോൾ അത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഹ്യൂമൻ ഫ്ലോസ് നമുക്ക് പലതും കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെ കണ്ടെത്തുമ്പോൾ ഇപ്പം ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് നമുക്ക് ഇംപ്രഷൻ എനിക്ക് തോന്നിയിരുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ ഭരണത്തിൽ. അത് ഓരോരുത്തരോടും നമുക്ക് ആ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തുന്ന ഒരു പ്രായത്തിൽ ഈ ആരാധനകളെല്ലാം മാറി ഒരു കുറച്ചുകൂടി മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വീക്ഷണം സ്വീകരിക്കാനായിട്ട് പറ്റും. അതേ ഉള്ളൂ. അത് പക്ഷെ ഇപ്പൊ മോൾക്ക് അങ്ങനെ ആ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഒന്നും വരണമെന്നും നിർബന്ധമില്ല. അത് നമ്മൾ കുറെ വായിച്ചു കഴിയുമ്പോൾ ഈ ഓരോരുത്തരോടും ആരാധനയൊക്കെ തോന്നിക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സവും വെക്കണ്ട. ഓരോ സമയത്ത് ഓരോരുത്തരോട് തോന്നട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രായം എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് സാവധാനം ഇതൊക്കെ ഒരു മച്ചുവേർഡ് അനാലിസിസിലേക്ക് പോകും. പിന്നെ രണ്ടാമത് ചോദിച്ചെന്താ? ഡിഗ്രിക്കും PGക്കും എടുത്ത സബ്ജക്ട് ഏതായിരുന്നു? ഡിഗ്രിക്കും PGക്കും ഞാൻ പഠിച്ചത് കെമിസ്ട്രിയാണ്. ഡിഗ്രി BSc കെമിസ്ട്രിയും MSc അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന വിഭാഗം. ബന്ധമില്ലാത്ത ഈ കെമിസ്ട്രിയുമായിട്ട് ബന്ധമില്ലാത്ത സബ്ജക്റ്റാണ് ഞാൻ സിവിൽ സർവീസിന് ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. IAS ചൂസ് ചെയ്യാനുള്ള ഒരു മതിപ്പ് എന്തായിരുന്നു? എന്ന് വെച്ചാൽ സിവിൽ സർവീസ് ചൂസ് ചെയ്യാനാണോ മോള് ചോദിച്ചത്? സിവിൽ സർവീസ് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഞങ്ങളുടെ ഒരു സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ കുറിച്ചൊക്കെ പല തരത്തിലുള്ള ജോലികളുണ്ട്, അതിൽ പലതും സർവീസുകളാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇത് കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്, അറിവ് കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പഠിച്ചു വന്ന ഒരു സമയത്ത് ഈ അറിവുകളുടെ മേഖല തുറന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അവിടെ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് സിവിൽ സർവീസിന്റെ മേഖലയാണ്. ഒന്നാമത് അതിനുള്ള കാരണം ഈ സിവിൽ സർവീസിനകത്ത് നമുക്ക് വന്നു കഴിയുമ്പോൾ കിട്ടുന്ന സ്റ്റാറ്റസ്, ഇതൊക്കെ ഞാനിപ്പോ ഓപ്പണായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെയും ഒക്കെ ഏകദേശം ഒരു മോട്ടിവേഷൻ ഇതൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. സ്റ്റാറ്റസ് ഉണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, പിന്നെ ആളുകളുടെ ജീവിതത്തിനകത്ത് ഇടപഴകാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അത് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ നമുക്ക് ഇടപെടാൻ പറ്റും. നമുക്ക് സർവീസിലിരിക്കുന്ന നമ്മൾ 30 വർഷത്തോളം എങ്കിൽ 30 വർഷത്തോളം നമുക്ക്
ഇന്ത്യയിൽ ഏത് മേഖലയിൽ നോ ഡോർസ് വിൽ ബി ക്ലോസ്ഡ് ബിഫോർ യു. നിങ്ങളുടെ ഒരു ID കാർഡ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തുറക്കാനായിട്ടുള്ള ഡോറുകളൊക്കെ ഉള്ളൂ നമുക്ക് ഇന്ത്യയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു പവർ അസോസിയേറ്റഡ് ജോബാണ്, അതേത് മേഖലയായാലും. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ആളുകളെ സഹായിക്കാനായിട്ട് പറ്റും. അത് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്? നേരെ മറിച്ച് ഇതിപ്പോ കാനഡയിലോ US പോയാൽ ഇതൊന്നും ഒരു കാര്യമല്ല. കാരണം അവിടെ അധികാരമുള്ളവൻ അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു കൺസെപ്റ്റ് അത്ര സൊസൈറ്റി അത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സൊസൈറ്റി അത്രയ്ക്ക് ഡെവലപ്ഡ് ആയിട്ടില്ല, ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല, ട്രഡീഷണൽ സൊസൈറ്റിയാണ്. അപ്പൊ ട്രഡീഷണൽ സൊസൈറ്റി ആവുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പവറും കരിസ്മയും ഇപ്പോഴും വൺ മാൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സാഡ് അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത്. ആക്ച്വലി ദ സിസ്റ്റം ഷുഡ് മേക്ക് ദ ഡിഫറൻസ്, നോട്ട് എ സിംഗിൾ പേഴ്സൺ. പക്ഷെ ഇപ്പോൾ സിംഗിൾ പേഴ്സൺ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നെങ്കിൽ ഇറ്റ്സ് എ ബാഡ് അപ്പോൺ അവർ സിസ്റ്റം. അതിപ്പോഴും ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ കരിസ്മ വെച്ചിട്ട് ഞങ്ങളെ പോലെയുള്ള സിവിൽ സർവീസുകാരെ പല ആരാധന ഗ്രൂപ്പുകളുണ്ടല്ലോ, ഫാൻസ് ക്ലബ്ബ് വരെ ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. തെറ്റൊന്നും ആണെന്ന് ഞാൻ പറയാം, തെറ്റും ശരിയുടെ ലോകവും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു കരിസ്മ, ഒരു സർഡം എന്ന് നമുക്ക് വിളിക്കാമെങ്കിൽ ആ സർഡം ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ സിവിൽ സർവീസിനോടുള്ള ഈ സിവിൽ സർവീസിലെ പവറും ഒക്കെ നമ്മളിപ്പോഴും കൗണ്ട് ചെയ്യുന്നതിന്റെ കാരണം. അതിപ്പോഴും രാജ്യത്തുണ്ട്. അടുത്തൊരു 10-20 കൊല്ലത്തിനുള്ളിൽ അതൊക്കെ ഒന്ന് മാറി വരുമെന്ന് നമുക്ക് ആശിക്കാം. കേരളത്തില് അത് വളരെ കുറവാണ്. നേരെ മറിച്ച് കേരളം വിട്ടിട്ടുള്ള സൗത്ത് ഇന്ത്യയിലും കുറഞ്ഞു വരുന്നു. കേരളം വിട്ടിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന സർഡവും സർഡന്മാർ കിങ്ഡം ആവും. അതൊക്കെ അത്രയ്ക്ക് കൂടുതൽ ആരാധനയും പവറും ഒക്കെ അവിടെ വളരെ കൂടുതലാണെന്ന് വെച്ചാൽ അധികാരം വളരെ നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളുടെ നല്ലതല്ല. അത് രാജ്യത്തിന് ഇപ്പോഴും അത് പുറത്തേക്ക് വരാനായിട്ട് ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റിന് 2017 ഒരു ഒരു നിയമം വരെ കൊണ്ടുവരേണ്ട വന്നു, ഞങ്ങളുടെ എല്ലാം ബ്ലൂ ലൈറ്റുകളൊക്കെ എടുത്തു കളയാൻ, അല്ലെ? ഇന്നിപ്പോ പോലീസിന് മാത്രമേ ഉള്ളൂ ബ്ലൂ ലൈറ്റ്. നേരത്തെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ഒരു അധികാര ചിഹ്നമായിരുന്നു, ഞങ്ങളെല്ലാം വെച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റിൽ കൂടി അല്ലാതെ ഈ സർഡം കില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെയാണ് കരിസ്മയിൽ. ഒരു പരിധി കൂടുതൽ സിവിൽ സർവീസ് ഓഫീസർമാർ അവരുടെ ജോലി, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജോലിയാണ് ചെയ്യേണ്ടത്. അത് മാറി ഒരു കരിസ്മയുടെ ലെവലിലേക്ക് പോകുന്നെങ്കിൽ, അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റാണ് എന്നുള്ള ഒരു വീക്ഷണമാണ് എനിക്കുള്ളത്. ആക്ച്വലി ഇവിടെ ജനങ്ങളുടെ സേവകരായിട്ടാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ജനങ്ങളെ സേവിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നതിൽ കവിഞ്ഞ് ഇതിനൊരു ആരാധന കിട്ടുന്നെങ്കിൽ എന്തോ എവിടെയോ പ്രശ്നമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ ജയക്കുട്ട? അതെ അതെ, തീർച്ചയായും. ഭാരിക ഭാരിക ഹലോ സർ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഉപരിക, എന്റെ പേര് ഉപരിക. ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പറഞ്ഞോളൂ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സാറിന് സിവിൽ സർവീസിൽ വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? അതാണ് മോളെ ഞാനിപ്പം ഒരാൾക്ക് ഉത്തരം കൊടുത്തത്. അതായത് സ്വാഭാവികമായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകൾക്കെല്ലാം ആഗ്രഹമുള്ള ഒരു മേഖലയാണ് IAS-ഉം IPS-ഉം ആവുക. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ IPS എന്ന് പറയുന്ന കായികാധ്വാനം കൂടുതലായിട്ട് ആവശ്യമുള്ള ആ ജോലിയിലേക്ക് പോകാനായിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, അത്രയുമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരെയും പോലെ തന്നെ തീർച്ചയായിട്ടും IAS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അന്നത്തെ എന്റെ ഓപ്ഷൻ ആയിരുന്നു. 5ാമത്തെ ഓപ്ഷനിലേക്കാണ് എനിക്ക് സർവീസ് കിട്ടിയത്. അതാണ് പോസ്റ്റൽ സർവീസ്. അപ്പൊ ബാക്കിയുള്ള 4 ഓപ്ഷൻസിലേക്കും പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അത് എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഇപ്പം ഉപാരികയ്ക്ക് മനസ്സിലായോ? ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ. നസീർ ഖാൻ.
സാറേ ഇത് അഫീർ ഇനാറ്റൂരാണ് വീട്. ഓക്കെ അഫീർ, പോസ്റ്റൽ സർവീസിനെ കുറിച്ചൊന്നും പറയില്ല, അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പോസ്റ്റൽ സർവീസിനെ കുറിച്ചാണ്. ആ. ഓക്കെ, പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഉള്ള 1,56,000 പോസ്റ്റ് ഓഫീസുകളുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്കാണ് ഇന്ത്യയുടെ പോസ്റ്റൽ നെറ്റ്വർക്ക്. അതാണ് നമുക്ക് അതിന്റെ 89% ഈ പോസ്റ്റ് ഓഫീസുകളും കിടക്കുന്നത് നമ്മുടെ റൂറൽ ഏരിയാസിലാണ്. ബാക്കിയുള്ളത് അർബൻ ഏരിയാസിലേക്ക് വരുന്നത്. ഈ ടയർ 2, ടയർ 3 ആൻഡ് റൂറൽ ഏരിയാസ്, അവിടെയാണ് 89% ഓഫ് ദ പോസ്റ്റ് ഓഫീസസ് കിടക്കുന്നത്. പിന്നെ ഈ 1,56,000 പോസ്റ്റ് ഓഫീസസിനെ നിയന്ത്രിക്കാൻ, അൺലൈക്ക് റെയിൽവേ എന്ന് പറയുന്ന മാമത്ത് ഓർഗനൈസേഷൻ, അത് പോസ്റ്റലുമായിട്ട് നമ്പർ ഓഫ് എംപ്ലോയീസ് എടുത്താൽ ആകപ്പാടെ 2.5 ലക്ഷം എംപ്ലോയീസ് കൂടുതലുള്ളൂ റെയിൽവേസ്. റെയിൽവേസ് ലാർജസ്റ്റ് എംപ്ലോയർ ഇൻ ഇന്ത്യ, സെക്കൻഡ് ഈസ് പോസ്റ്റൽ. അപ്പം ഈ റെയിൽവേസിനെ നിയന്ത്രിക്കാനായിട്ട് അതിനകത്ത് ഏകദേശം 8 സിവിൽ സർവീസ് ഉണ്ട്. ആ 8 സിവിൽ സർവീസിന്റെ സ്ഥാനത്ത് എന്റെ പോസ്റ്റൽ സർവീസിനെ നിയന്ത്രിക്കാനായിട്ട് ഒറ്റ പോസ്റ്റൽ സർവീസ് മാത്രമേ ഉള്ളൂ, ഒറ്റ സിവിൽ സർവീസേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് തന്നെ ഇന്ത്യക്ക് വളരെ കുറവായതുകൊണ്ട് ഏകദേശം 450 ഓഫീസേഴ്സ് ആണ്, 450 to 500 ഓഫീസേഴ്സ്. അതേ എല്ലാ സമയത്തും മിക്കവാറും കാണുകയുള്ളൂ. ആ 500 ഗ്രൂപ്പ് പോസ്റ്റൽ സർവീസ് ഇന്ത്യ IPOS എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥരാണ് ഈ സർവീസിനെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പ്രസൻസ് ഉള്ളതുകൊണ്ട് ഏത് സമയത്തും, അതായത് നമ്മളുടെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണല്ലോ പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും അതിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം അല്ലെങ്കിൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ കളക്ഷൻ ഒക്കെ പോസിബിൾ ആകുന്നത് പോസ്റ്റ് ഓഫീസുകളിൽ കൂടിയാണ്. അങ്ങനെയാണ് പോസ്റ്റ് ഓഫീസുകൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് മെയിൽസ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെയിൽസ്, കാറ്റഗറി മെയിൽസ്. അതിനകത്ത് ഈ പേഴ്സണൽ മെയിൽ ഇപ്പൊ ഇല്ല, നിങ്ങൾക്കറിയാം. മറ്റേ ഇൻലൻഡും പോസ്റ്റ് കാർഡും ഒക്കെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഓർഡിനറി മെയിൽസിന്റെ സംഖ്യ വളരെയധികം കുറഞ്ഞു. അത് ശരിക്കും നല്ലതാണ്, കാരണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേർഡൻ ആണ്. ഈ 25 വയസ്സായിരിക്കും 50 വയസ്സായിരിക്കും ഒക്കെ ഇത് ഡെലിവറി ചെയ്യാന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിനെ എന്റർടൈൻ ചെയ്യുന്നു എന്നൊന്നുമില്ല, പക്ഷെ അത് നമ്മൾ ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നു. അതിനേക്കാളും കൂടുതൽ ഇപ്പോ ഇ കൊമേഴ്സിന്റെ ബൂമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇ കൊമേഴ്സ് ആർട്ടിക്കിൾസ് ഡെലിവറി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡെലിവറി പാർട്ണറാണ് എല്ലാ കമ്പനികളുടെ, ആമസോണിന്റെ ആണെങ്കിലും ഫ്ലിപ്കാർട്ടിന്റെ ആണെങ്കിലും അങ്ങനെയുള്ള ഇ കൊമേഴ്സ് കമ്പനികളുടെ ഡെലിവറി പാർട്ണറാണ് പോസ്റ്റ് ഓഫീസുകൾ. പിന്നെ പാസ്പോർട്ട്, ആധാറിന്റെ പലതരത്തിലുള്ള അപ്ഡേഷൻസ്, പാസ്പോർട്ടിന്റെ പലതരത്തിലുള്ള അപ്ഡേഷൻസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയും കൂടിയാണ് പോസ്റ്റ് ഓഫീസ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ മറ്റേത് മിനിസ്ട്രിയുടെയും ഏജൻസി വർക്കുകളും നമ്മൾ അവരാവശ്യപ്പെടുന്നതനുസരിച്ച്, ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ പോസ്റ്റൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ പോസ്റ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് UPU എന്ന് പറയുന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്ന് പറയുന്ന വേൾഡ് പോസ്റ്റൽ ഓർഗനൈസേഷൻ ഉണ്ട്. UN-ന്റെ ഭാഗമാണ് UPU, ലൈക്ക് യുണിസെഫ്, UPU എന്നോർത്താൽ മതി. അതിന്റെ ആസ്ഥാനം ബേണിലാണ്. ആ ബേണിലുള്ള ആസ്ഥാനവുമായിട്ട് വളരെയേറെ ബന്ധങ്ങളുള്ള, അതിനായിരുന്നു ഞാൻ കഴിഞ്ഞ 2 വർഷം വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഏകദേശം 192 മെമ്പർ കൺട്രീസ് ഉണ്ട്. ആ 192 മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള റിലേഷൻസ് ആയിരുന്നു ഞാൻ കൺട്രോൾ ചെയ്തിരുന്നത് ആസ് ആൻ ADG. എന്റെ മുകളിൽ DDG, പിന്നെ സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പം അത്രയും പേരാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്നത്. അപ്പം നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഈ മെമ്പർ പോസ്റ്റൽ, ഇപ്പൊ DHL പോലെയുള്ള കൊറിയർ കമ്പനീസിനെ നിങ്ങൾക്കറിയാം. അപ്പോ ആ കൊറിയർ കമ്പനീസ് ചെയ്യുന്ന, അവർക്ക് ഓരോ രാജ്യങ്ങളിലും പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റുമായിട്ടുള്ള നേരിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഗവൺമെന്റ് അവിടെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റിന്റെ ഏജൻസി, അവരുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ ഭാഗം നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്റർനാഷണൽ മെയിൽ ഡെസ്പാച്ചും ഷിപ്പിങ്ങും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു വിഭാഗമുണ്ട്, പോസ്റ്റൽ സർവീസിന് തന്നെ സേവിങ്സ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അത് ഏകദേശം 200 വർഷങ്ങളായിട്ടുള്ള ഒരു വലിയ ലെഗസിയാണ്. ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സേവിങ്സ് ബാങ്ക്.
പോസ്റ്റൽ സേവിങ്സ് ബാങ്ക്. അപ്പൊ പോസ്റ്റൽ സേവിങ്സ് ബാങ്കിന്റെ ഭാഗമായിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് 2018 നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഐഡിയയുടെ ഭാഗമായിട്ട് നമ്മളൊരു പോസ്റ്റൽ ബാക്കിയുള്ള ഈ മോഡേൺ ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു സേവിങ്സ് ബാങ്ക് പ്രത്യേകമായിട്ട് IPPB എന്ന് പറയുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, എല്ലാ മോഡേൺ ഫെസിലിറ്റീസും അതിനകത്ത് ലഭ്യമാണ്. അങ്ങനെ ഒരു പേയ്മെന്റ് ബാങ്ക് കൂടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് തുടങ്ങി കഴിഞ്ഞതോടുകൂടി വി ഹാവ് ബിക്കം ദ വേൾഡ്സ് ലാർജസ്റ്റ് ബാങ്ക് വിത്ത് ദ നമ്പർ ഓഫ് റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് ഫ്രാഞ്ചൈസി. അപ്പൊ നമുക്ക് 1,56,000 ഔട്ട്ലെറ്റുകളുണ്ട്. പിന്നെ ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന ബാങ്കിങ് മോഡൽ പോസ്റ്റ്മാൻമാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഗവൺമെന്റ് ഇപ്പോൾ RBIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ മറ്റുള്ള ബാങ്കുകൾ ചെയ്യാതെ ഇത്രയും കാലം നമ്മൾ അവരെ ആശ്രയിച്ചിട്ട് ഗവൺമെന്റിനെ കൊണ്ട് നടന്നിട്ടില്ല. അപ്പൊ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കൂടി ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ നടത്താനായിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അത് ഏകദേശം നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അപ്പൊ എല്ലാ ഭാഗങ്ങളിലും, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ബാങ്കിങ് സേവനങ്ങൾ എത്തിക്കുക. അത് ഇനി മറ്റുള്ള ബാങ്കുകൾക്ക് പോസ്റ്റ് ഓഫീസുകൾ ഉപയോഗിക്കണമെങ്കിൽ അതിനും നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ പ്രോജക്റ്റും കൂടി നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. അടുത്ത 5 വർഷമോ അങ്ങനെ എങ്ങാണ്ടാണ് അതിന്റെ ടൈം ലൈൻ. അതോടുകൂടി 100% ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു പദ്ധതിയാണ് പോസ്റ്റൽ ബാങ്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. സോ എനി ജോബ് ഗിവൺ ടു ദ പോസ്റ്റ് ഓഫീസ്, അത് തീർച്ചയായിട്ടും ഇത്രയും റീച്ച് ഉള്ള ഒരു ഏജൻസി ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ഡൺ. അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളെ പോലുള്ള ഓഫീസർമാർക്കുള്ളത്. അഫീർ ഖാന് അഭിശങ്കർ. സാറേ നമസ്കാരം. സാറേ എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് BSc MSc ഒക്കെ കെമിസ്ട്രി എടുത്തതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും കൂടുതലും ഹ്യൂമാനിറ്റി സബ്ജക്റ്റിലേക്കാണ് പിന്നീട് നമ്മൾ തിരിയുന്നത്. അപ്പം അത് എങ്ങനെ, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സാർ അതെങ്ങനെയാണ് ഓവർകം ചെയ്യാൻ നോക്കിയത്? നമ്മൾ ടച്ചൊക്കെ വിട്ടിരിക്കുമായിരിക്കുമല്ലോ +2-ലൊക്കെ. അപ്പം എങ്ങനെ അത് പിന്നീട് അതിലേക്ക് എത്താൻ പറ്റി? ടച്ച് വിട്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല അഭിശങ്കർ, അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ സയൻസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അബ്സ്ട്രാക്ട് ആയിട്ടാണ് നമ്മൾ ഉത്തരവ് എഴുതുന്നത്. നേരെ മറിച്ച് ഈ ആർട്സിലേക്ക് വരുമ്പോഴത്തേക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് ഉത്തരവ് എഴുതിയാൽ അതിനകത്ത് മാർക്ക് കിട്ടില്ല. നമ്മൾ കാര്യങ്ങളെ കുറിച്ച് അപഗ്രഥിച്ച് പറഞ്ഞ് ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തി, അതൊന്നും നമ്മുടെ സയൻസിനകത്ത് ഇപ്പൊ ഇന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് സാധനം ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതിനപ്പുറത്തേക്കായിട്ടൊരു ആൻസർ അവിടെ കൊടുക്കാനായിട്ടില്ല. അതാണ് സയൻസിന്റെ ഒരു ന്യൂനത എന്ന് നമുക്ക് പറയാം. പക്ഷേ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഏത് സബ്ജക്ട് എടുത്താലും, പൊളിറ്റിക്കൽ സയൻസ് ആകട്ടെ, എക്കണോമിക്സ് ആകട്ടെ, അത് ഏത് സബ്ജക്ട് എടുത്താക്കി, അപ്പൊ നമുക്കത് എഴുതി വരുമ്പോൾ അതിന്റെ ഒരു കറക്ഷൻ കൊടുത്ത് അതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തി, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തി, ഒരു കൺക്ലൂഷൻ നടത്താതെ ആൻസർ ഒരിക്കലും പൂർണ്ണമാകില്ല. പലതരത്തിലുള്ള ആസ്പെക്റ്റുകൾ വരേണ്ടത്. അപ്പൊ അങ്ങനെ ആ ശൈലിയിലുള്ള ഒരു പഠനം, ആ പഠനമാണ് ശരിയായിട്ടുള്ള പഠനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പഠനം ത്തിലേക്ക് വരാനായിട്ട്, അപഗ്രഥിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് ഈ നമ്മുടെ ആർട്സ് സബ്ജക്റ്റുകൾ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അറ്റ് ദ സെയിം ടൈം എന്റെ കാര്യമാണേ, നേരെ തിരിച്ചുള്ള പലരുടെ അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ ഈ സയൻസ് സബ്ജക്ട് പഠിച്ച ഒരാളെന്നുള്ളത് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് തോന്നിയിരുന്നു. എന്നാൽ ആർട്സിൻ്റെതായിട്ടുള്ള എല്ലാ വിഷയ അപഗ്രഥന രീതികളും അഡോപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാട് ഞാൻ പെട്ടു. അതിന് അപ്പം ഏറ്റവും ആദ്യം ചെയ്തിരുന്നത് പലതരത്തിൽ ഉത്തരങ്ങൾ എഴുതി നോക്കുക എന്നുള്ളതാണ്. ഉത്തരങ്ങൾ എഴുതി നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷ, പ്രത്യേകിച്ച് നമ്മുടെ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് മറ്റേത് ഒബ്ജക്റ്റീവ് ആണെങ്കിലും, പ്രിലിമിനറി പരീക്ഷ ഒബ്ജക്റ്റീവ് ആണെങ്കിലും മെയിൻസ് എക്സാമിനേഷൻ ഇപ്പോഴും സബ്ജക്റ്റീവ് ആണ്. ആ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പേപ്പറുകൾ പാസ്സാകണമെങ്കിൽ നമ്മൾ ഉത്തരം എഴുതണം. അതിപ്പോ ചോദിക്കുന്ന ചോദ്യത്തിന് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തണമെങ്കിൽ അത് അനാലിസിസ് നടത്തണം. എക്സാമിൻ ചെയ്യണമെങ്കിൽ എക്സാമിൻ ചെയ്യണം. ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്താനായിട്ടാണ് പറയുന്നതെങ്കിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തണം.
അപ്പൊ അങ്ങനെ ഓരോ ചോദ്യങ്ങളുടെയും ടെയില് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ ഉത്തരം ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് രീതി വരണമെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ഉത്തരങ്ങൾ എഴുതി പഠിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ പഠിച്ച് ഉത്തരങ്ങൾ എഴുതി വെട്ടിയാണ് ഞാൻ അവസാനം ഒരു നല്ല രീതിയിൽ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് തുടങ്ങിയത്. അത് വളരെ പാടുപെട്ടിട്ടാണ്. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, നമ്മൾ പ്രത്യേകിച്ചും ഈ എന്നെ പോലെ സാധാരണക്കാരായിട്ട് പഠിച്ചിട്ടുള്ള കോളേജിലാണ് പഠിച്ചത്. അപ്പോ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ ഉത്തരം എഴുതാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഞാൻ സിവിൽ സർവീസ് പിന്നെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോഴും ഞാൻ ഇതേ പ്രശ്നം തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ MSCയും MAയും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ നല്ല മാർക്ക് കിട്ടി, ഹൈ മെറിറ്റ് കിട്ടി പാസ്സായി വരുന്ന ആളുകൾക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് മാത്രമായിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മജോറിറ്റി പിള്ളേർക്കും അത് പറ്റാറില്ല. അപ്പൊ അത് എന്തോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എന്തോ ഒരു പ്രശ്നമാണ്, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റാത്ത, അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം എഴുതി പഠിപ്പിക്കാത്ത ഒരവസ്ഥ. അപ്പൊ ആ ഒരവസ്ഥ ഉള്ളത് കൊണ്ട് അതിൽ കൂടി പഠിച്ചു വന്നവരായതുകൊണ്ട് അത് ബോധപൂർവമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓവർകം ചെയ്താൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂ. പിന്നെ എഴുതി വെക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ലാംഗ്വേജ്, നമുക്കിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ ഈ ആലങ്കാരിക ഭാഷ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. ക്യാബ് ഒന്നും ഭയങ്കരമായിട്ടൊന്നും ബിൽഡ് ചെയ്യണ്ട. ചോദിക്കുന്ന ചോദ്യത്തിന് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് കാര്യം. അപ്പൊ അത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായിട്ട് 3 പ്രാവശ്യം ക്ലിയർ ചെയ്യാതെ വന്നപ്പോൾ 4ാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി ഈ ഉത്തരം എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ എന്റെ പിള്ളേരെ, അതായത് പഠിപ്പിക്കുന്ന പിള്ളേരെ ഞാൻ ഉത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി. അവരോട് വാല്യൂ ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ അധ്യാപകരെ കൊണ്ടാണ് വാല്യൂ ചെയ്യിക്കുന്നത്. ഞാൻ ഇവിടെ അത് ചെയ്തില്ല. എന്റെ അധ്യാപകരെ 4ാം പ്രാവശ്യം ഞാനത് ചെയ്തില്ല. അതിന്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ പിള്ളേരോട് ഇത് വാല്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുട്ടികൾക്ക് മനസ്സിലാവണമല്ലോ, ഞാൻ എഴുതിയിരിക്കുന്ന അവർക്ക് മനസ്സിലായാലും അവർ വാല്യൂ ചെയ്യുക. അപ്പൊ ആ രീതിയിലേക്ക് അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അങ്ങനെ കൊണ്ടുവരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഉത്തരമായത്. ആൻസർ ആകുന്ന ആ സമയത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ്. ജയക്കുട്ടനൊക്കെ അങ്ങനത്തെ എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയത് കൊണ്ടാണ്, മാറാൻ ഒരുപാട് പാടുപെട്ടു എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ആവശ്യങ്ങൾ. സാർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു ചെറിയ കാര്യം. സാറ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്ന് സെക്കൻഡ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ നിന്ന് ഒരു തേർഡ് അറ്റംപ്റ്റ് എടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എടുത്ത സമയത്ത് സാർ എന്തൊക്കെ ചേഞ്ചസ്, എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടോ സാറിന് ഞങ്ങളോട് പ്രത്യേകിച്ച് പറയാനായിട്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. അത് ഓരോ പ്രാവശ്യവും നമുക്ക് ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഇപ്പം ഇരുന്ന് നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ പോയ ഒരു അറ്റംപ്റ്റ് ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. സെക്കൻഡ് അറ്റംപ്റ്റ് ഒക്കെയാണ് ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആ പ്രിപ്പയർ ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിലെ നമ്മുടെ ഒരു കടമ്പ. തേർഡ് അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ അത്രയും 2 വർഷം പഠിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ അതേ രീതിയിൽ തന്നെ ഒന്നുകൂടി പഠിച്ച് പോയി പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയപ്പോഴും പൊളിറ്റിക്കൽ സയൻസിന് എനിക്ക് ഒരു പേപ്പറിന് നന്നായിട്ട് മാർക്ക് കുറഞ്ഞു. അതാണ് ആ വർഷം കിട്ടാതിരുന്നതിന്റെ കാരണം. 4ാം വർഷമായപ്പോഴേക്ക് പഠിക്കുക മാത്രമല്ല, അത് കൂടുതലും റീകളക്ട് ചെയ്ത് ഓർത്തെടുക്കണം. അതായത് ഈ നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെയൊക്കെ പഠനമൊക്കെ ഓർത്തെടുത്തതൊക്കെ എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതായത് ഉത്തരങ്ങൾ എഴുതി വെക്കുകയും ആ ഉത്തരങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുകയും പോയിന്റ്സ് ഓർത്തെടുക്കാനായിട്ട്. ഇപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് ഒരു 10 പോയിന്റ്, ഇപ്പം ഇന്ത്യ പാക് റിലേഷൻസ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്തൊക്കെയോ വായിച്ച് നമ്മൾ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു 10 പോയിന്റ് നമുക്ക് ഈ ഇന്ത്യ പാക് റിലേഷൻസിനെ കുറിച്ച് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ഇന്ത്യ US റിലേഷൻസിനെ കുറിച്ചാണെങ്കിൽ ഒരു 10 വാക്ക് പറയാൻ പറ്റണം. 10 സെന്റൻസ് എന്ന് പറഞ്ഞാൽ 10 പോയിന്റ്. 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 വാക്ക്. അത് ഇങ്ങനെ ഓർത്തിരുന്നാൽ അത് കണക്ട് ചെയ്ത് നമുക്ക് ഈ പറയാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് പ്രിപ്പറേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും ഞാൻ പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കഴിവതും ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ കൈമുതലാക്കിയത് കൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് നോട്ട്സ് കൊണ്ടുപോകേണ്ട വരാറില്ല. നോട്ട്സ് ഒക്കെ പ്രസംഗം എടുത്ത് കയറുന്നതിന് മുമ്പേ ഉള്ളൂ. പിന്നീട് നമ്മൾ ഓർത്തെടുക്കുന്ന 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ
ഈ വാക്കുകൾ 1748 ഇപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു 1748, 1763 അങ്ങനെ കുറച്ച് വാക്കുകൾ മാത്രമേ നമ്മൾ ഓർത്തെടുക്കാറുള്ളൂ. അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കും. അത് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഇമേജോ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇൻഡോ പാക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇമേജ് ഓർത്താൽ മതി, കണക്റ്റഡ് ആയിട്ട് ഈ 10 പോയിന്റ് വരും. ആ രീതി അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു 2 ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് ഈസി ആയിട്ട് സാധിക്കാവുന്ന കാര്യമുള്ള ഈ കണക്ഷൻസും ഇമേജസും ഒക്കെ. അതിനൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതെങ്ങനെ ഓർത്തെടുക്കാം. ഒരുപാട് മെമ്മറി ടെക്നിക്സ് പാസ് ഇത് ചെയ്യും. നമ്മളെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി ടെക്നിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പം അതാണ് ഞാൻ 4ാമത്തെ എന്റെ ഫൈനൽ അറ്റംപ്റ്റിൽ കൊണ്ടുവന്ന ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. പിന്നെ ഈ കുട്ടികളെ കൊണ്ട് വാല്യൂ ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഉത്തരം ശരിയായിട്ട് എഴുതാനായിട്ടുള്ള ഒരു, കാരണം നമുക്ക് 2 പ്രാവശ്യവും നമ്മൾ പ്രിലിംസ് കിടക്കുമ്പോഴത്തേക്ക് 3-4 പ്രാവശ്യം പ്രിലിംസ് കിടക്കുക എന്ന് പറയുന്ന ഒരു കാര്യമേ അല്ല. മെയിൻസ് കിടക്കുക എന്നുള്ളതാണ് കടമ്പ. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ ഇന്റർവ്യൂവിന് നല്ല മാർക്കും ഉണ്ടായിരുന്നു. 4ാം പ്രാവശ്യമാണ് അത്. എല്ലാം ഒറ്റയടിക്ക് ശരിയായ ഒരേ ഒരു ടൈം ആ 4th അറ്റംപ്റ്റ് ആണ്. അത് ഇതിനകത്ത് ഈ ക്വാളിറ്റേറ്റീവ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തണം. ഓരോ പരീക്ഷ കഴിയുമ്പോഴും എവിടെയാണ് നമുക്ക് പോയതെന്ന് കണ്ടെത്തണം. എന്ത് കിട്ടി എന്നുള്ളതല്ല. അതാണ് മാർക്ക്. മാർക്ക് ഈസ് നത്തിങ്. മാർക്കിനകത്തൊന്നും ഒരു റെലവൻസ് ഇല്ല. മാർക്ക് എന്ന് പറയുന്നത് കുറെ റാങ്ക് ഇട്ടിട്ട് ആ റാങ്ക് ആരോർത്തിരിക്കുകയാണ്. ഈവൻ നമുക്കിപ്പം പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ എന്ത് വലിയ കാര്യം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയവനെ നമ്മൾ ഓർത്തിരിക്കാറുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പരീക്ഷയിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയ വല്ലവനും ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും. അതല്ലാതെ ഈ ഇടയ്ക്കും ഒക്കെ എത്രയോ പേർക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്, അവരൊന്നും നമ്മൾ ഓർത്തിരിക്കാറ്. സോ റാങ്ക് ഡസന്റ് മാറ്റർ അറ്റ് ഓൾ. അത് സീരിയൽ നമ്പർ മാത്രമാണ്. ആ സീരിയൽ നമ്പറിനകത്ത് വലിയ കാര്യമില്ല. അപ്പൊ നമുക്ക് എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അവിടെയാണ് നമ്മളുടെ അനാലിസിസ് വരേണ്ടത്. അപ്പൊ ഓരോ പരീക്ഷയിൽ എന്ത് കിട്ടി എന്നുള്ളതല്ല, എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് ശരിയായിട്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് നമുക്ക് അടുത്ത പരീക്ഷയിൽ കൊണ്ടുവരാൻ പറ്റും. I hope you have the answer. Thank you, sir. Clear ആയി. സാറേ, ഞാൻ ഈ അഭിശങ്കറിന്റെ ചോദ്യത്തിന്റെ ഒരു ഉപചോദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്, നമ്മള് ഞാനിപ്പോ KS പ്രിലിമിനറി പാസ്സായി മെയിൻസ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ആൻസർ എഴുതുമ്പോൾ, അതായത് അതിനകത്ത് തന്നിരിക്കുന്ന സ്പേസിനുള്ളിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മള് ആൻസർ എഴുതി വരുമ്പോൾ നമ്മള് പലപ്പോഴും എഴുതി തീരാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അത്തരം സിറ്റുവേഷൻസ് മറികടക്കണമെങ്കിൽ, ഓവർകം ചെയ്യണമെങ്കിൽ, നമുക്കിപ്പം എനിക്കിപ്പം ഇത് ആദ്യമായിട്ടാണ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിൽ ഇങ്ങനെ നമ്മള് എഴുതാൻ പോകുന്നത്. അപ്പൊ അപ്പൊ അവിടെ എനിക്കൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഈ ഡിസ്ക്രിപ്റ്റീവ് ലെവലില്, കാരണം ഞാൻ 2013 PG കഴിഞ്ഞ ആളാണ്. അപ്പൊ PG ആ ടച്ച് വിട്ടുപോയല്ലോ. അപ്പൊ നമ്മൾ അതൊന്നും എനിക്കത് റീഫ്രഷ് എടുക്കണമെന്നുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുക? മഹേഷിന്റെ ചോദ്യം മനസ്സിലായി. അതിന് ചെയ്യാനായിട്ട് എനിക്കൊരു സിമ്പിൾ ടിപ്പ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പ് പറയാം. അതായത് എങ്ങനെ ഈ ഉത്തരവ് എഴുതുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അഭിശങ്കറിനോട് ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. ഉത്തരവ് എഴുതുന്നത് നമ്മള് ഈ കാർഡടിച്ച് കൂടടിച്ചാണ് നമ്മൾ സാധാരണ തുടങ്ങുക, അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം പറഞ്ഞാൽ, India's economy is facing a turbulent time with respect to the financial year 2021 എന്നാണെന്ന് വിചാരിക്കുക. ക്രിട്ടിക്കലി അനലൈസ്. ഇങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ നമ്മള് സാധാരണ രീതിയിൽ തുടങ്ങുന്നത്, അതായത് എന്റെ ആ നഷ്ടപ്പെട്ട അറ്റംപ്റ്റിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ പറ്റി പറഞ്ഞു തുടങ്ങും. നമ്മൾ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ ഈ ടർബുലന്റ് ടൈമിനെ കുറിച്ച്, ആക്ച്വലി ടർബുലന്റ് ടൈമിനെ കുറിച്ച് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ആ ചെറിയൊരു 4 സെന്റൻസിലായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുക. അതിനേക്കാളും കൂടുതൽ ഈ ചോദ്യം ഒന്ന് വായിച്ചതിന് ശേഷം, ഈ ചോദ്യത്തിന് എപ്പോഴും ഒരു മാർജിൻ കാണും.
ആ മാർജിൻ സ്പേസിൽ പെൻസിലും ഉണ്ട്. ഞാൻ ചെയ്തതാണ് 4ാമത്തെ തവണയും 3ാമത്തെ തവണയും തുടങ്ങിയായിരുന്നത്. ഈ പെൻസിൽ കൊണ്ട് നമുക്ക് എഴുതാനായിട്ടുള്ള പോയിന്റുകൾ 1, 2, 3 ഈ ടർബുലന്റ് ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇയർ 2021 സ്പെസിഫിക് ആയിട്ട് ടർബുലന്റ് ടൈം ഉണ്ടോ ഇല്ലയോ എന്നാണല്ലോ ചോദ്യം, ക്രിട്ടിക്കലി അനലൈസ് എന്നല്ലേ. അപ്പം അവിടെ നമുക്ക് പറയാനായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ എഴുതി വെക്കും. ഈ പോയിന്റുകൾ അത് നമുക്ക് അങ്ങനെ ഒരു ചോദ്യത്തിന് നമ്മളിപ്പം എത്ര ചോദ്യം ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആൻസർ പേപ്പർ OMRയിൽ എഴുതാനായിട്ടുള്ള ടൈം കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആ നഷ്ടപ്പെടാതെ ഒരു 20 മിനിറ്റോളം നമുക്ക് കിട്ടുമെങ്കിൽ ആ 20 മിനിറ്റിൽ അല്ല 10 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ പരീക്ഷ കഴിഞ്ഞിട്ടൊരു 10 പരീക്ഷ തുടങ്ങി കഴിഞ്ഞൊരു 5 മിനിറ്റ് കൂടെ അതിന് വേണ്ടി എടുത്താലും കുഴപ്പമില്ല. ഓരോ ചോദ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സൊരുക്കോ അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളും വായിച്ചതിന് ശേഷം അത് എഴുതാൻ പോകുന്ന സമയത്ത് ഈ പോയിന്റുകൾ എഴുതി വെക്കണം സൈഡിൽ. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് അത് എഴുതി കഴിയുമ്പോൾ അങ്ങ് തൂത്ത് കളഞ്ഞാൽ മതി. പെൻസിൽ കൊണ്ട്, പേന കൊണ്ടാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ പെൻസിൽ ചെറിയ വലിയൊരു ഡാർക്ക് അല്ലാത്ത പെൻസിലുകളൊക്കെ കിട്ടും. പെട്ടെന്ന് നമുക്ക് തൂത്ത് കളയാൻ പറ്റുന്ന സിമ്പിൾ ഓൺ എ റബ് ഓഫ് എ റബ്ബർ അങ്ങനത്തെ അത് മേടിച്ചിട്ട് അത് സൈഡിൽ എഴുതി വെച്ചാൽ മതി. നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം വളരെ കോമ്പാക്റ്റ് ആയിരിക്കും. നമുക്ക് ഈ പോയിന്റ്സിനകത്ത് ഒന്നാമത് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഈ പറയാനുള്ള പോയിന്റ്സിനകത്ത് നമ്മുടെ ഉത്തരം മാറത്തില്ല. ലിമിറ്റഡ് സ്പേസുമേ ഉള്ളൂ. ഇത് സിവിൽ സർവീസിനും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണിത്. ലിമിറ്റഡ് സ്പേസിൽ എഴുതണം, ഉത്തരം എഴുതണം പ്രോപ്പറായിട്ട്. അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് ഒരു 30 സെക്കൻഡെങ്കിൽ 30 സെക്കൻഡ് അത് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. പല ചോദ്യങ്ങൾ പലതവണ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അത് വേറെ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വേറെ എങ്ങനെയൊന്നും പോയി മേടിക്കാനായിട്ടൊന്നും ഇരിക്കണ്ട. ചോദ്യം കിട്ടുന്നില്ലല്ലോ ഒന്നും ആലോചിക്കണ്ട. സ്വയമായിട്ട് ചോദ്യം ഉണ്ടാക്കിയെടുത്താൽ മതി. ആ ചോദ്യം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് ഉത്തരം എഴുതി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഉത്തരം എഴുതി ആ പോയിന്റ്സ് തൂത്ത് കളഞ്ഞു, ഉത്തരം കറക്റ്റ് ആയിരിക്കും അത് മിക്കവാറും. മഹേഷിന് എനിക്ക് ക്ലിയർ ആയി. അപ്പം ഒരു കാരണവശാലും നമുക്ക് ആ നമ്മുടെ ഒരു പ്രശ്നം കാരണം ആ മാർക്ക് പോകത്തില്ല. ഇപ്പം നമുക്ക് അറിയാൻ മേലാത്ത വല്ലതുമാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സാധനമല്ല, അത് വിട്ട് കളയുക. അപ്പൊ ഞാൻ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കണ്ട്. ഇതിനകത്ത് വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ, ഇംപ്ലിക്കേഷൻസ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ആകെ 6 ലൈന് 6 വരി ഉണ്ടായിരുന്നു. ഈ 6 വരിയില് ഞാൻ ആ ഡെഫിനേഷൻ എഴുതിയപ്പോ തന്നെ 6 ലൈൻ അങ്ങ് തീർന്നു. അതുകൊണ്ട് അങ്ങനെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 32 കൊണ്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ് ജുഡീഷ്യൽ റിവ്യൂ. തീർന്നു, ഒറ്റ സെന്റൻസ്. അത് കഴിഞ്ഞിട്ട് അതിന് ഇംപ്ലിക്കേഷൻസിലേക്ക് ഡയറക്റ്റ് പോകണം. കാരണം ചോദ്യം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി അത് ഏറ്റവും കൂടുതൽ വരുന്നത് 1980-കളിൽ ഈ ജുഡീഷ്യൽ റിവ്യൂ നടപ്പായ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. നമ്മുടെ ജസ്റ്റിസ് ഭഗവതിയുടെയും കൃഷ്ണയ്യരുടെയും ഒക്കെ ഒരു സമയത്ത് ജുഡീഷ്യൽ റിവ്യൂ കൂടുതലായിട്ട് വന്നു. അതാണ്. രണ്ടാമത്തെ ഒരു 2 സെന്റൻസ് കൊണ്ട് തീരും. ഒരു 3, 4 അല്ലെ 5ാമത്തെ സെന്റൻസ് ആയിട്ട് ഇംപ്ലിക്കേഷൻ. അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം ഏതൊന്നിനെയും റിവ്യൂ ചെയ്യാനായിട്ട് ലെജിസ്ലേറ്റീവ് ഓവർ ആക്ടിവിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനൊക്കെ ഒരു വേർഡൊക്കെ കൊടുക്കാം. ഈ ഓവർ ആക്ടിവിസം അല്ലെങ്കിൽ പിന്നെ ഓവർ സ്റ്റെപ്പിംഗ്, ഈ ചെക്സ് ആൻഡ് ബാലൻസ് ആണല്ലോ ബേസിക്കലി ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ ഓവർ സ്റ്റെപ്പിംഗ് ഓഫ് ലെജിസ്ലേച്ചർ, ഓവർ സ്റ്റെപ്പിംഗ് ഓഫ് എക്സിക്യൂട്ടീവ്, പിന്നെ ഇനേർട്ട്നെസ് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. ഇതിനെ രണ്ടിനെയും നമുക്ക് അതുകൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ. ഓ ശരി, അത്ര സിമ്പിൾ ആയിട്ട് നമ്മള് ഇതായിട്ട് എഴുതാം അല്ലെ. പിന്നെ നമ്മള് അത്രയും സ്പേസ് അല്ലേ ഉള്ളൂ മഹേഷ്, അതുകൊണ്ടാ. പിന്നെ ഇതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് ആ സ്പേസിനുള്ളില് നമ്മളിപ്പോ ആൻസർ എഴുതി തീർന്നിരിക്കട്ടെ, അപ്പൊ ബാക്കി സ്പേസ് ഒരു മിച്ചം വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാലും നമുക്കൊന്ന് പ്രശ്നമൊന്നും മാർക്ക് കുറവ് വരുമോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? സ്പേസ് മിച്ചം വരേണ്ട ഒരു കാര്യമില്ല. സ്പേസ് മിച്ചം വരേണ്ട കാര്യമില്ല. സ്പേസ് മിച്ചം വരണ്ട, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ചെറിയ അക്ഷരങ്ങളിൽ എഴുതുന്നവരായിരിക്കണം. നമ്മുടെ നമ്പർ ഓഫ് വേർഡ്സ് ലിമിറ്റ് അതിനകത്ത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്.
ആ നമ്പർ ഓഫ് വേർഡ് ലിമിറ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 160 വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് ഒരു 260 വേർഡ് ആയി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയേക്കാം, സ്പേസ് മിച്ചം വന്നോട്ടെ. നേരെ മറിച്ച് അത് മിച്ചം വരാൻ സാധ്യത ഒന്നുമില്ലെങ്കിൽ ഒരു കാരണവശാലും സ്പേസ് വിടരുത്. എന്തെങ്കിലുമൊക്കെ എഴുതി നിറച്ചോട്ടെ, ആലോചിച്ചാൽ കിട്ടും. ഞാനതിനി പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല, അതൊക്കെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നടക്കൂ. ഓക്കെ, താങ്ക് യു. ചോദ്യങ്ങളൊക്കെ ഏകദേശം തീരാറായി എന്ന് തോന്നുന്നു ജയക്കുട്ട. ജയക്കുട്ടനില്ലേ? ആർക്കെങ്കിലും ഇനി എന്തേലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിഷ്മ, ഹലോ സർ. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പ് എ സർവീസിൽ എല്ലാവർക്കും ജോലിയിൽ മാത്രമാണോ വ്യത്യാസം, അതോ അധികാരത്തിൽ അങ്ങനെ വല്ല വ്യത്യാസങ്ങളുണ്ടോ? ജോലിയാണല്ലോ നമ്മളെ അധികാരം. അധികാരത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലേ? അധികാരത്തിൽ വ്യത്യാസമുണ്ടോ? അധികാരത്തിൽ ഓരോ സർവീസിനും വ്യത്യാസമുണ്ട്. കാരണം ഇടപെടുന്ന മേഖല അങ്ങനത്തേതാണ്. ഇപ്പം മജിസ്റ്റീരിയൽ പവേഴ്സ് എൻജോയ് ചെയ്യുന്ന കളക്ടർ, ഡിസ്ട്രിക്ട് കളക്ടർ, ജോബ് വൈസ് അതിനകത്ത് വ്യത്യാസമുണ്ട്. കളക്ടറും ഇപ്പം അതേ റാങ്കിൽ തന്നെ ഇരിക്കുന്ന ഇപ്പം എന്താ ഒരു പോസ്റ്റൽ സീനിയർ സൂപ്രണ്ട്, റവന്യൂവിന്റെ ജോയിന്റ് കമ്മീഷണർ, അങ്ങനെയുള്ള കാറ്റഗറി ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ മജിസ്റ്റീരിയൽ പവേഴ്സ് എൻജോയ് ചെയ്യുന്ന ജനങ്ങളുടെ ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ടാണ് ഈ മജിസ്റ്റീരിയൽ പവേഴ്സ്. ആ മജിസ്റ്റീരിയൽ പവേഴ്സ് എൻജോയ് ചെയ്യുന്ന കളക്ടറിനാണ് അധികാരം കൂടുതൽ. ജോയിന്റ് കമ്മീഷണർക്ക് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അസസ്മെന്റിനകത്താണ് അധികാരം മജിസ്റ്റീരിയൽ പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്റലിനാണെങ്കിൽ പോസ്റ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനാണ് മജിസ്റ്റീരിയൽ പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. മജിസ്റ്റീരിയൽ പവേഴ്സ് എല്ലായിടത്തും ഉണ്ടോ, ക്വാസി ജുഡീഷ്യൽ പവേഴ്സ് എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അതിന്റെ അധികാരം നമ്മള് അതിന്റെ ഏരിയ ഓരോ ജോബിനനുസരിച്ച് മാറിയിരിക്കും. അപ്പം ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ അസിസ്റ്റന്റ് കളക്ടറിനെ സബ് കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരം തീർച്ചയായിട്ടും കൂടിയിരിക്കും. പിന്നെ ഇപ്പൊ അഡീഷണൽ സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഒരു സ്റ്റേറ്റിന്റെ മുഴുവൻ കൺട്രോളിൽ ഇരിക്കുന്ന അധികാരം കൈയാളുന്ന ഒരാളാണ്. അതുപോലെ സെൻട്രലിലേക്ക് ചെല്ലുമ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി, പിന്നെ ഓരോ മിനിസ്ട്രികൾക്കും സെക്രട്ടറിമാരുണ്ട്. അപ്പൊ അവരുടെ ഓരോരുത്തരുടെ അധികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ കസ്റ്റംസിന്റെ ബോർഡുണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തലപ്പത്തുള്ള ബോർഡാണ്. ചെയർമാനുണ്ട്, ബോർഡുണ്ട്. അതുകൂടാതെ IT-ക്കും അങ്ങനെ തന്നെ കസ്റ്റം, ഇൻകം ടാക്സ്, ഡയറക്ട് ടാക്സസിന്റെ CBDT എന്ന് പറയുന്ന ബോർഡുണ്ട്. പോസ്റ്റൽ സർവീസിന്റെ പോസ്റ്റൽ ബോർഡുണ്ട്. റെയിൽവേക്ക് റെയിൽവേസിന്റെ മെമ്പേഴ്സ് അതിന്റെ ഒരു ബോർഡുണ്ട്. അപ്പോ അതിനകത്ത് ഓരോ പോസ്റ്റിലും ഇരിക്കുന്ന ആളുകൾക്ക് അധികാരം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചെറിയ അവകാശമുള്ള ജോയിന്റ് കമ്മീഷനിലേക്ക് ലെവലിൽ മാത്രമേ നമുക്കൊരു കമ്പാരിസൺ പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി മുകളിലേക്ക് പോകും തോറും ഓരോരുത്തരുടെയും അധികാര പരിധികളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അധികാര പരിധികൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് പവർ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ ഒരു പോസ്റ്റൽ മെമ്പറിനുള്ള പവർ അല്ലെങ്കിൽ പോസ്റ്റൽ സെക്രട്ടറിക്കുള്ള പവർ ഈവൻ ചീഫ് സെക്രട്ടറിക്ക് പോലും ഇല്ല. മനസ്സിലായോ? അത് ഓരോരുത്തരുടെയും അധികാര പരിധി എവിടെയാണോ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ആ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ പറ്റുന്നു. അതുകൊണ്ടൊരു കറക്റ്റ് ആയിട്ടുള്ള അനാലിസിസ് ഈ പറയുന്ന ചോദ്യത്തിനകത്ത് പോസിബിൾ അല്ല. ഓരോ ജോബ് നേച്ചറിനകത്തും
അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളും പവറും വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ ഒന്നിനോടൊന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസുകളാണ് ഇതെല്ലാം. മറ്റൊരാൾക്കും ഇപ്പം ഒരു IAS ഓഫീസർ വന്നിട്ട് പോസ്റ്റൽ സർവീസിനകത്ത് കയറി ഭരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു IAS ഓഫീസർ ചെന്നിട്ട് റവന്യൂ സർവീസിനകത്ത് അല്ലെങ്കിൽ റവന്യൂവിന്റെ ടാക്സ് അസസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അധികാരമുണ്ടോ? ഇല്ല. അപ്പം അധികാരം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, അവരുടെ ഏരിയയുമായിട്ട് ലിമിറ്റഡ് ആണ്. ഇവിടെ ഇപ്പൊ ഒരു CBIയുടെ ഈവൻ ഡയറക്ടർ നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മുടെ ആ കൺസേൺ റാങ്കിലുള്ള പോസ്റ്റൽ സർവീസ് ഓഫീസർ തീരുമാനിക്കണം വെദർ ദ ഡേറ്റ ഈസ് ടു ബി ഗിവൺ ഓർ നോട്ട്. അല്ലാതെ ആർക്കും ആരുടെയും മുകളിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. പിന്നെയുള്ളത് കോടതികൾക്കാണ്. നമ്മൾ ഒത്തിരി അവർ പ്രഷറൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഗുഡ് റിലേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കൈമാറിയാലായി, ഇല്ലെങ്കിൽ കോടതി മുഖേന മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് പരസ്പരം ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കാണ് വേണ്ട എങ്കിൽ വേണ്ട. അപ്പൊ ഈ ഒരു അധികാര പരിധി എന്ന് പറയുന്ന അവനവന്റെ ആ മേഖലയുമായിട്ട് വളരെ ലിമിറ്റഡ് ആണ് ഓരോരുത്തരുടെയും, ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? പിന്നെ ഇപ്പൊ സിവിൽ സർവീസ് ഇപ്പൊ IAS ഒക്കെ നമ്മള് സിനിമകളിലൊക്കെ കാണുമ്പോ രാഷ്ട്രീയക്കാരും ഒക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മുടെ ജോലിയെ എങ്ങനെയാണ് ബാധിക്കുക? അത് നമ്മളെ ബാധിക്കാനായിട്ട് പാടില്ല. കാരണം അത് അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. അത് ഏത് മേഖലയിലും ഉണ്ട്. അതിപ്പം ജനജീവിതമായിട്ട് ബന്ധപ്പെട്ട ഏത് സർവീസ് ആണെങ്കിലും അത് തന്നെ IAS ഒന്നോ IPS ഒന്നോ ഒന്നുമില്ല. IRSും വരും, പോസ്റ്റൽ സർവീസും വരും, റെയിൽവേ വരും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വരുന്നത് ഈ IAS കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് റെയിൽവേ ആണെന്ന് തോന്നുന്നു. ഇപ്പം എന്ത് സെൻട്രൽ ഗവൺമെന്റിനെതിരെ പ്രതിഷേധം നടത്തുന്ന പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, ഓരോ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോഴും, ഓരോ കേസുകൾക്കകത്ത് തീർപ്പുണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് രാഷ്ട്രീയക്കാരുടെ പ്രഷർ ഫേസ് ചെയ്യേണ്ടി വരും. പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ അതിനൊരു ലൈഫില്ല. പിന്നെ പുറത്തുള്ളത് ഈ മീഡിയ ഉണ്ടാക്കുന്ന പ്രഷറാണ്. മീഡിയക്ക് അന്നത്തെ അവരുടെ പത്രം അല്ലെങ്കിൽ അവരുടെ ന്യൂസ്, അതിനുള്ള വാല്യൂ, അതിനുള്ള റേറ്റിംഗ്, ഇതൊക്കെയാണ് അവരുടെ ന്യൂസ് ഹരം കൊള്ളിക്കുന്നത്. അപ്പൊ ഹരം കൊള്ളിക്കുന്ന മസാല വാർത്തകൾ ചേർത്ത് വിടുമ്പോഴാണ് അവരുടെ ന്യൂസ് കുറച്ചുകൂടെ ഹിറ്റാകുന്നത്. അപ്പൊ അങ്ങനെ ഹിറ്റാകുന്ന ന്യൂസുകൾക്ക് വേണ്ടി അവർ എന്തും എഴുതി പിടിപ്പിക്കും. അപ്പൊ കൂടുതലും ഇത് മാധ്യമ സൃഷ്ടിയാണ് ഈ പറയുന്ന റിഫ്റ്റുകളൊക്കെ. അവരിന്നത് പറഞ്ഞു, അതിനുള്ള മറുപടി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് കൂടുതലും ആ വാർത്തയോട് ഒരു താല്പര്യം വരും. നമുക്ക് വായിക്കാൻ, നമ്മൾ ബേസിക്കലി ഒരു ആനിമൽ ഉണ്ട്. നമുക്ക് നമ്മളുടെ ലാംഗ്വേജ് പോലും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഗോസിപ്പിന് വേണ്ടിയിട്ടാണ്. ഇനീഷ്യലായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ശബ്ദങ്ങളുടെ രൂപത്തിൽ നിന്നും സെന്റൻസുകൾ പറയാനായിട്ട് ആരംഭിച്ചത് ഗോസിപ്പിന് വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോഴത്തെ ആധുനിക ജനറ്റിക്സ് സ്റ്റഡികളൊക്കെ പറയുന്നത്. ആ ഗോസിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നേച്ചറാണ്. അപ്പം വാർത്ത വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഇച്ചിരി മസാല ചേർത്താലേ പറ്റുള്ളൂ. അപ്പൊ ആ മസാല വാർത്തകൾ വരുമ്പോഴത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സിനിമകളിൽ കൂടിയും വാർത്തകളിൽ കൂടിയൊക്കെ ഈ റിഫ്റ്റുകളെ കുറിച്ച് കൂടുതൽ വായിക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഒരു ചെറിയ തോതിലുണ്ട്. പക്ഷെ അത് നമ്മുടെ വർക്കിനെ ബാധിക്കാനായിട്ടൊന്നും പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞ പ്രഷർ ഇവിടെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചാൽ വേണ്ട. അപ്പോ നമ്മളെ വിളിച്ചൊരു ഒരാള് ഇന്ന പൊസിഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ജനപ്രതിനിധി നമ്മളെ വിളിച്ചിട്ടൊരു കാര്യം പറയാണ്, അത് ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടത്തി കൊടുക്കും. ന്യായമല്ലാത്തതാണ്, ലീഗലി പോസിബിൾ അല്ലാത്തതാണെങ്കിൽ നമ്മൾ പറയാൻ ഇല്ല, നടത്താൻ പറ്റില്ല എന്ന് പറയും. പിന്നെ അവർ നമ്മളെ വിളിക്കാറില്ല. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, അങ്ങനെ അവരുടെ അഭിലാഷങ്ങൾ അനുസരിച്ചൊന്നും നിൽക്കാത്ത ഉദ്യോഗസ്ഥനാണ് തോന്നുകയാണെങ്കിൽ, അവർ കൂടി വന്നാൽ നമ്മളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമ്മളെ മാറ്റി വെക്കും. ട്രാൻസ്ഫർ എന്നല്ലേ പറയും. നമ്മളിപ്പോ ഓരോ ഉദ്യോഗസ്ഥർ, ഇപ്പം IASകാരാണെങ്കിൽ ദേ ആർ ലയബിൾ ടു സെർവ്. ഇപ്പൊ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ ദേ ആർ ലയബിൾ ടു സെർവ് എനിവെയർ ഇൻ കേരള. ഇപ്പം സെൻട്രൽ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈസ് ലയബിൾ ടു സെർവ് എനിവെയർ ഇൻ ഇന്ത്യ. ആ ഒരു ക്ലോസ് സൈൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഓത്തെടുക്കുന്നത്. അതിന്റെ പേരിലാണല്ലോ നമ്മൾ ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്നത്. പറ്റുന്നില്ലേ ജോലി വിടുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നാളെ ഇപ്പൊ നമ്മളെ കാശ്മീരിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാളെ നോർത്ത് ഈസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, നമ്മള് ഗുജറാത്തിലോട്ട് പോവാണ്, കന്യാകുമാരിയിലോട്ട് പോവാണെങ്കിൽ
അത് നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ സർവീസിനകത്തോട്ട് വരുന്നത്. പറ്റുന്നില്ലെങ്കിൽ ജോലി രാജിവെക്കുക. പ്രഷർ വെച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് വരത്തില്ല. നമുക്ക് കൂടി വന്നാൽ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്ത് മാർക്ക് കുറയ്ക്കാനായിട്ട് മേലുദ്യോഗസ്ഥർക്ക് ഒരു അധികാരപരിധി ഉള്ളത് അവിടെയാണ്. അതുപോലും നമുക്ക് റിവ്യൂ പോസിബിൾ ആണ്. അത് മാർക്ക് കുറഞ്ഞത് ന്യായമല്ല എന്ന് നമ്മൾ വാദിച്ചു കഴിഞ്ഞാൽ അത് റിവ്യൂ അവർ സ്വാഭാവികമായിട്ട് നടത്തി തരും. അങ്ങനത്തെ സിസ്റ്റംസ് ഇൻ പ്ലേസ് ആണ് ഈ കാര്യത്തിൽ. പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ നിങ്ങളെ അങ്ങനെ ചുമ്മാതെ പറഞ്ഞുവിടാനായിട്ട് പറ്റില്ലല്ലോ. യു ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 311 ആൻഡ് 312. അപ്പം ആ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് നമ്മളെ ബൈൻഡ് ചെയ്തിരിക്കുന്നിടത്തോളം കാലം യു കനോട്ട് ബി സസ്പെൻഡഡ് ഓർ ഡിസ്മിസ്ഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഒരു പ്രോപ്പർ എൻക്വയറി നടത്തി നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കേട്ട് ചാർജ് ഷീറ്റ് ഒക്കെ തന്ന് അതൊക്കെ എന്തൊരു വലിയ പ്രോസസ്സാണ്. അങ്ങനെയൊക്കെ എത്ര പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ചുമ്മാ ആളുകളെ പറഞ്ഞു വിടാനും പറ്റില്ല. സോഫാർ നിങ്ങളുടെ ജോബ് സെക്യൂർ ആണെങ്കിൽ ദർ ഇസ് നോ പ്രഷർ അറ്റ് ഓൾ. പിന്നെയുള്ള ട്രാൻസ്ഫർ പേടിയാണ്. ട്രാൻസ്ഫർ പേടി എന്ന് പറയുന്ന ഒന്നുമില്ല. അതോടെ പോയി വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വർക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം. ഇനി ലീവ് എടുക്കാനായിട്ട് വർക്ക് ചെയ്തേ മതിയാവുള്ളൂ. നമ്മൾ പോയി വർക്ക് ചെയ്യണം. നമുക്ക് ഇനി അത് പറ്റത്തില്ലെങ്കിൽ ജോലി അങ്ങ് രാജിവെച്ചേക്കുക. പ്രഷർ താങ്ങാൻ വയ്യ. ഏത് ജോലിക്കകത്തും പ്രഷർ ഉണ്ടാവും. ഇപ്പൊ ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റിന്റെ പ്രഷേഴ്സ് ഉണ്ട്. അപ്പം പോലീസിൽ ചെന്ന് കഴിഞ്ഞാൽ ടാർഗറ്റിന്റെ പ്രഷേഴ്സ് ഇല്ലെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല, അവർക്കും ടാർഗറ്റ് ഉണ്ട്. ഓരോ മാസവും റവന്യൂ ടാർഗറ്റ് കൊടുത്തിട്ടില്ലേ? അതുകൊണ്ടല്ലേ പോലീസുകാര് പാവങ്ങള് വഴിക്കിറങ്ങി അവര് അതിന് റവന്യൂ ടാർഗറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര വേണം. ഗവൺമെന്റിനുള്ള റവന്യൂ അത് നിയമ ലംഘനം നടത്തുന്ന പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യണം. അതിന് ഇത്ര വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് രസീത് എഴുതി അവർ നമുക്ക് തരുന്നത്. ഗവൺമെന്റിലേക്ക് റവന്യൂ ആണ്, നമ്മുടെ തന്നെ റവന്യൂ. ലംഘനം നടത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതൊരു ടാർഗറ്റ് ആണ്, ബേർഡൻ ആണെന്ന് വിചാരിച്ചാൽ ഗോ ഔട്ട്, ലെറ്റ് അതേഴ്സ് ഡു ദെയർ ജോബ്. ഗവൺമെന്റിന് പൈസ വേണ്ടേ എന്തെങ്കിലും ചിന്തിച്ചാൽ മതി. അപ്പൊ ആ പ്രശ്നം അങ്ങ് മാറിക്കോളും. രാഷ്ട്രീയക്കാരുടെ പ്രശ്നം അതുപോലെ തന്നെ ഉള്ളൂ. ഹലോ സാറേ. സാറേ എൻ്റെ പേര് അനന്ത്. ഹലോ സാറേ, കേൾക്കാവോ? പറഞ്ഞോളൂ. സാറേ, ഞാൻ ഈ IR-ന്റെ നമ്മളൊരു ഉത്തരം എഴുതുമ്പോൾ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഓണാക്കിയാണേ. സാറേ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഇന്ത്യ US എഴുതുവാണേല് ഇന്ത്യ US എഴുതുവാണേല് ഇത് ക്യാറ്റ്സ് ഒരു പ്രശ്നമാണല്ലോ. ഇച്ചിരൂടെ ഉറക്കെ പറയാം സാറേ. ഇന്ത്യ US റിലേഷനെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ ഉത്തരം എഴുതുമ്പോഴേ. അപ്പൊ ഈ ക്യാറ്റ്സ എന്ന് പറയുന്ന മറ്റേ അമേരിക്കയുടെ പുതിയ നമ്മുടെ ട്രംപ് കൂടുന്ന സാങ്ഷൻ എന്ന് പറയുന്ന അത് നമ്മളെ മറ്റേ S-400 മേടിക്കുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാക്കുന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ സോവറിനിറ്റിയെ ചോദ്യം ചെയ്യുമല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ? അത് ക്രിട്ടിക്കലി ഇന്ത്യയുടെ സോവറിനിറ്റി ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് S-400 മേടിക്കണ്ടെന്ന് തീരുമാനിച്ചാ പോരെ? ഇന്ത്യയുടെ സോവറിനിറ്റി അതോടെ അങ്ങ് തീർന്നില്ലേ? അല്ല സാറേ, ഇപ്പൊ നമ്മളൊരു രാജ്യത്തുനിന്ന് ഒരു ഡിഫൻസ് എക്യുപ്മെന്റ് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ അമേരിക്ക ക്യാറ്റ്സ് ചുമത്തിയിരിക്കുന്ന രാജ്യമാണെങ്കിൽ നമ്മൾ അവരുടെ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞ് അവർക്ക് നമുക്കെതിരെ ക്യാറ്റ്സ് ചുമത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായിട്ടല്ലേ സാറേ വരുന്നത്. നമുക്ക് അങ്ങനെ നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ഇപ്പൊ ഒരു ഇന്റർനാഷണൽ കോർപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഏർപ്പെടുന്ന റിലേഷൻസ് അത് മറ്റുള്ള ഒരു രാജ്യത്തിന് അവരുടെ എക്കണോമിയെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഏത് തരത്തിലും അത് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളിപ്പോ ഒരു കൂട്ടുകാരനുമായിട്ട് വർത്താനം പറയുന്നു, മൂന്നാമത്തെ ഒരാൾക്ക് നിങ്ങളുടെ ആ റിലേഷൻ ഇഷ്ടമല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളോട് മിണ്ടാതിരിക്കാനായിട്ടുള്ള പരിപൂർണ അവകാശം ഉണ്ടേ? ഉണ്ടോ? ഉണ്ട്. അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നില്ല. അയാൾ കോൺഷ്യസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ് ദാറ്റ് ഐ വിൽ നോട്ട് ടോക്ക് ടു യു, ഐ വിൽ നോട്ട് ഇന്ററാക്ട് വിത്ത് യു. നിങ്ങൾ വേണം ചിന്തിക്കാൻ ഇയാളോട് ഇനി തുടർന്ന് സംസാരിക്കണോ. അപ്പൊ നമ്മൾ ഒരു അനാലിസിസ് നടത്തി നോക്കും, താനുമായിട്ടുള്ള എന്റെ റിലേഷൻ ആണോ അതോ ഞാനും അയാളുമായിട്ടുള്ള റിലേഷൻ ആണോ എനിക്ക് ബെനിഫിഷ്യൽ. ഏതാണോ ബെനിഫിഷ്യൽ ഞാൻ അത് കൂടും. പിന്നെ തന്നെ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും, ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്.
താൻ അത് വിചാരിച്ചിട്ട് കാര്യമില്ല, എന്റെ ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് അവരുടെ പരിപൂർണമായിട്ടുള്ള റൈറ്റ് ആണ്, അവരുടെ സോവറൻ റൈറ്റ് ആണ് വെദർ ടു ടോക്ക് വിത്ത് അസ് ഓർ നോട്ട്. അപ്പം അത് നമ്മള് ഈ S400 മേടിക്കുന്നതിന്റെ കോസ്റ്റ് ആയിട്ട് കൂട്ടും. മനസ്സിലായോ? ആ കോസ്റ്റ് നമുക്ക് വഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ S400 മേടിക്കാവുള്ളൂ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരത്തിന്റെ അർത്ഥം. സാറേ നമുക്ക് ഈ ക്യാറ്റ്സ് ഇപ്പൊ IR ഒരു വിള്ളല് വീഴുന്നത് ഇന്ത്യ US ആയിട്ടുള്ള വിള്ളല് വീഴുമോ എന്നൊക്കെ ചോദിച്ചാലേ ഈ നമ്മളെ അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കരുത്. ഇപ്പൊ ഇന്ത്യ US റിലേഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ടൈം ടെസ്റ്റഡ് റിലേഷൻ ആയിട്ട് ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ റിലേഷൻസ് അല്ല. ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ഫോറത്തിൽ എവിടെ പോയാലും US-ഉമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം US അതുപോലെ ഉള്ള വലിയൊരു രാജ്യമാണ്. ഇന്ന് ലോകത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു എക്കണോമിയാണ് അവരുടെ എക്കണോമിയുടെ റിയൽ സൈസ് എടുത്താൽ മറ്റാരും അവരുടെ തുല്യമാകില്ല. അപ്പൊ ആ എക്കണോമിയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കൺഫറന്റേഷൻ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു പ്രാഗ്മാറ്റിസ്റ്റ് ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്ന ആളുകളാ 90 മുതൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും. അപ്പൊ ആ പ്രാഗ്മാറ്റിസ്റ്റ് ഫോറിൻ പോളിസിയിൽ പെടുത്തി നമുക്കൊരിക്കലും ഇൻഡോ US റിലേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്ന വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. നമുക്ക് അതുപോലെ ലാഭം അപ്പുറത്തെ വശത്തു നിന്ന് കിട്ടിയാൽ മാത്രമേ നമ്മൾ അങ്ങനെ എടുക്കൂ. ഈവൻ ആറ്റം ഡിറ്റോണേറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു കോൺഷ്യസ് ഡിസിഷൻ, അതായത് നമ്മൾ വേ ചെയ്ത് നോക്കുകയാണ് ഇന്ത്യ ചൈന അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ന്യൂക്ലിയർ ബോംബ് അത് ഡിറ്റോണേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് നഷ്ടങ്ങൾ അടുത്ത 5 വർഷം കൊണ്ടുണ്ടാകും. 5 വർഷങ്ങൾക്കുള്ളിൽ സാങ്ഷൻസ് ഒക്കെ തീരും. 5 വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം നമ്മൾ അടുത്ത ന്യൂക്ലിയർ ഡീൽ അവരുമായിട്ട് സൈൻ ചെയ്യും. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ഫ്ലക്സിലുള്ള ഒരു റിലേഷൻ ആണ്. റോളർ കോസ്റ്റർ റൈഡ് എന്നൊന്നും നമുക്ക് അതിനെ വിളിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം അത് ഒരു അപ്പായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് ഈ റിലേഷൻസിനകത്ത് എപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ IR-നെ അഫക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും, ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. അപ്പൊ നമ്മൾ ഈ ഉത്തരവ് എഴുതുമ്പോഴേ നമുക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. പക്ഷേ അത് സോവറിനിറ്റി, ഇന്ത്യയുടെ സോവറിനിറ്റി അഫക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സോവറിനിറ്റി അഫക്ട് ചെയ്യില്ല. കാരണം നമ്മളൊരു ലോക പോലീസ് അല്ല. നമ്മളുടെ റിലേഷൻസ് എന്ന് പറയുന്ന ഓരോ രാജ്യവുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. അത് മറ്റൊരാളുമായിട്ട്, അത് നമ്മുടെ റിലേഷനെ അല്ല അവർ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ആ റിലേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ പ്രതികരണം. അതപ്പം റിലേഷൻസിനെ അഫക്ട് ചെയ്യും. പക്ഷെ വെദർ ഇറ്റ് വിൽ അഫക്ട് സോവറിനിറ്റി, നോ. സോവറിനിറ്റി എപ്പോഴും അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലും സോവറിൻ എന്ന് പറയുന്നത്. സോവറിനിറ്റി അഫക്ട് ചെയ്യുന്നത് നിങ്ങൾ കാശ്മീരിൽ അത് ചെയ്യരുത്. യെസ്, ഇറ്റ് ഈസ് അറ്റാക്ക് ഓൺ അവർ സോവറിനിറ്റി. ഇറ്റ് ഈസ് അവർ ഇന്റേണൽ തിങ്. യു ഷുഡ് നോട്ട് കം ആൻഡ് ഇന്റർഫിയർ. സാറേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. സാറേ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മള് വേറൊരു രാജ്യത്തോട് റിലേഷൻ വെക്കണ്ടെന്ന് മറ്റൊരു രാജ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സോവറിനിറ്റി അഫക്ട് ചെയ്യുന്ന രീതി അല്ലേ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ മറ്റൊരു രാജ്യത്തിനോട് വെക്കണ്ട എന്നല്ലല്ലോ അവർ പറയുന്നത്. അവർ പറയുന്ന നിങ്ങൾ ആ രാജ്യവുമായിട്ട് വെക്കുകയാണെങ്കിൽ ദിസ് ഈസ് അവർ റിയാക്ഷൻ, ഇതാണ് ഞങ്ങളെ സാങ്ഷൻസ്, വി വിൽ ഇമ്പോസ്, അതല്ലേ അവർ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആ രാജ്യവുമായിട്ട് റിലേഷൻസിലാണെങ്കിൽ വി വിൽ കം ആൻഡ് അറ്റാക്ക് യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റാക്ക് ഓൺ അവർ റിലേഷൻസ്. അവരങ്ങനെയല്ലല്ലോ പറയുന്നത്. വി വിൽ കം ആൻഡ് വി വിൽ ഡു ദിസ് ടു യു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ സാറേ, എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതായി കിടക്കുമായിരുന്നു, മിസ്സിംഗ് ആയി കിടക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, പറയൂ. നമ്മൾ ഈ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ടൈം ചെയ്യേണ്ട കാര്യം. ഇപ്പോ ഈ നമ്മൾ നിയമം അനുസരിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും
ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും ഗുണം ലഭിക്കുന്ന ഒരു തീരുമാനമൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാറ്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനകത്ത് കുറെ ആളുകൾക്ക് ഗുണം ലഭിക്കും, കുറെ ആളുകൾക്ക് നിയമം അങ്ങനെയാണ്. നിയമത്തിന് എപ്പോഴും ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ദോഷവും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഗുണവുമായിരിക്കും. അത് മനസ്സിലാക്കിയാൽ ഈ പറയുന്ന മനസാക്ഷിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒന്നും അവിടെ വരില്ല. നിയമത്തിന് അനുകൂലമായിട്ട് നിയമത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഫ്ലെക്സിബിലിറ്റിയെ ഒരു ഉദ്യോഗസ്ഥനുള്ളൂ, ഒരു എക്സിക്യൂട്ടീവിനുള്ളൂ. നിയമം പൊളിച്ചെഴുതേണ്ട, പിന്നെ നമുക്ക് ആവശ്യപ്പെടാം, നിയമം മാറ്റി എഴുതാനായിട്ട് ആവശ്യപ്പെടാം. അത് പക്ഷെ ചെയ്യേണ്ടത് ലെജിസ്ലേച്ചറാണ്. പിന്നെ ഈ നിയമത്തിനകത്ത് നിന്ന് ചെയ്ത ഒരു കാര്യത്തിനകത്ത് മറ്റാർക്കെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം. അവിടെ നിന്ന് അവർക്ക് ഈ നിയമത്തിന് പുറത്തുള്ള ഔട്ട് ഓഫ് ദ ബോക്സും കൂടി അവർക്ക് ഒരു ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് അനലൈസ് ചെയ്ത് കോടതികൾ കൊടുക്കാറുണ്ട്. അവിടെ മാത്രമേ നമുക്ക് ആ പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ നമുക്കുള്ള എക്സിക്യൂട്ടീവിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്കകത്ത് നിയമം സൈലന്റ് ആയിരിക്കും, ഡിസ്ക്രിഷൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പൊ ഈ പറയുന്ന നാച്ചുറൽ ജസ്റ്റിസ് അനുസരിച്ച് നമുക്ക് അതുവരെ പിന്തുടർന്ന പ്രീസിഡൻസുകൾക്കൊക്കെ എതിരായിട്ട് നമുക്കൊരു തീരുമാനമെടുത്ത് ഇപ്പൊ അഗ്രീവ്ഡ് പാർട്ടിക്ക് നീതി നടപ്പാക്കി കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ അവിടെ നിയമം സൈലന്റ് ആയിരിക്കണം, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാകരുത്. ഫസലിന് മനസ്സിലായോ? ഓക്കെ. അപ്പോ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം 1.5 മണിക്കൂർ ഏകദേശം ആവുന്നു. അപ്പം അശ്വതി, ഹലോ സാറേ, കേൾക്കാമോ? കേൾക്കാം. സാറേ, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പം ഇത്രയും മനോഹരമായി ഞങ്ങൾക്ക് ഇന്നലെ സാറ് പറഞ്ഞു തന്നിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു, ഇങ്ങനെ അലക്സൻ സാറ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വളരെയധികം. നീ മീനുകളെ ശ്രദ്ധിച്ചോ? ഞാൻ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു സമയം ഒരു മീനിന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വെച്ച് ബാക്കിയുള്ള മീനുകളൊന്നും ശ്രമം ഉപേക്ഷിക്കുന്നില്ല. അതെല്ലാം അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ കാര്യം. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കരുത്, അവസരത്തിനായി കാത്തിരിക്കുക. വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് മാത്രം.